ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പേപ്പർ 4 തുടങ്ങുകയാണ്. ഇതുവരെ നമ്മൾ പേപ്പർ 1, 2, 3 ആണ് ടച്ച് ചെയ്തത് അല്ലേ. ഇന്ന് നമ്മൾ ആദ്യമായിട്ട് പേപ്പർ 4 തുടങ്ങുകയാണ്. പേപ്പർ 4ന് 2 പാർട്സ് ആണ് അല്ലേ, 2 പാർട്സ് പേപ്പർ 4ന്. ഓക്കെ, 2 പാർട്സ്. പാർട്ട് എ കറണ്ട് അഫെയർസും പാർട്ട് ബി ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് നമ്മൾ ഉദ്ദേശിക്കുന്നത് മാത്സ് ആണ്, ബേസിക് മാത്സ് ആണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പം പാർട്ട് ബി പേപ്പർ 4 പാർട്ട് എ ബി ഉണ്ട്. അപ്പോൾ 4B പേപ്പർ 4B ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡാണ് നമ്മൾ പഠിക്കുന്നത്. ടോട്ടൽ നമുക്കറിയാം ഒരു പേപ്പറിന് 50 മാർക്കാണ്. ഇതിൽ കറണ്ട് അഫെയർസിന് 30 മാർക്കും ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന് 20 മാർക്കാണ്. ഓക്കെ, അപ്പം ഇത് ബേസിക് മാത്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ 10th വരെ പഠിച്ചിട്ടുള്ള ബേസിക് മാത്സ് മാത്രമാണ്. അതിൻ്റെ ഒരു റിഫ്രഷിങ് അല്ലേ, നിങ്ങൾക്കൊന്ന് പുതുതായിട്ടൊന്നും പഠിക്കുന്നില്ല, ഒരു റീക്യാപ്പ് പോലെ വളരെ ഏറ്റവും ബേസിക്കായിട്ട് എന്താണ് മാത്സ് അത് നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. അപ്പോൾ നിങ്ങൾ മാത്സ് പാടാണ് എന്നൊന്നും വെച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല. എന്താണ് അത്യാവശ്യം ബോധമുള്ള ഒരാൾക്ക് ഈസി ആയിട്ട് മനസ്സിലാവുന്ന മാത്സാണിത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷനേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ നിങ്ങളുടെ ടെക്സ്റ്റ് ഉണ്ട്. ടെക്സ്റ്റിൽ അറേഞ്ച്മെൻറ്റ് ഇത്തിരി മോശമായിട്ടാണ് കൊടുത്തേക്കുന്നത്, അതായത് കറക്റ്റായിട്ടൊന്നുമല്ല. അപ്പോൾ നമ്മളത് മാറ്റി നമ്മുടേതായ രീതി മനസ്സിലാവാൻ വേണ്ടി നല്ലതായിട്ട് അറേഞ്ച് ചെയ്ത നമ്മുടെ മെറ്റീരിയലുണ്ട്. അപ്പം ഇതിനെ ഒരു 10 ചാപ്റ്ററായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ക്വാണ്ടിറ്റി ആപ്റ്റിറ്റ്യൂഡ് ഞാൻ എടുക്കുന്നത് 2 പാർട്ടായിട്ടായിരിക്കും. ആദ്യം ഒരു 4-5 ചാപ്റ്റർ ഒരു പാർട്ട്, ബാക്കി 4-5 ചാപ്റ്റർ രണ്ടാമത്തെ പാർട്ടായിട്ടായിരിക്കും എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം നമ്പർ സിസ്റ്റം, ദെൻ ഡെസിമൽസ് ആൻഡ് ഫ്രാക്ഷൻസ്, യൂസ് ഓഫ് LCM മെത്തേഡ്, മേ ബി ഡിവിസിബിലിറ്റി ബൈ നമ്പേഴ്സ്, സ്ക്വയർ റൂട്ട്സ്, ഇതൊക്കെ നമുക്ക് ആദ്യം പഠിക്കാം. അതാണ് ഏറ്റവും ബേസിക് സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ. അത് കഴിഞ്ഞിട്ട് ഇത്തിരിയുടെ പാടുള്ള ബാക്കി നമ്മുടെ പേഴ്സൻ്റേജ് ഇത്തിരിയുടെ ആപ്ലിക്കേഷൻ ലെവലാണ്, റേഷ്യോ പ്രൊപ്പോർഷൻ, ആവറേജ്, ദെൻ സിമ്പിൾ ആൻഡ് കോമ്പൗണ്ടേഴ്സ്, ദെൻ പ്രോഫിറ്റ് ആൻഡ് ലോസ്. അപ്പോൾ ആ ഒരു രീതിയിലായിരിക്കും നമ്മൾ പോകുന്നത്, ഈ ഓർഡറിലായിരിക്കും നമ്മൾ പഠിക്കുന്നത്. നമുക്ക് നമ്പർ സിസ്റ്റം തന്നെ തുടങ്ങാം. നമ്പർ സിസ്റ്റം ഒന്നുമില്ല, നമ്മൾ നമ്പർ സിസ്റ്റം ഇവിടെ പഠിക്കാനുള്ള മെയിനായിട്ട് ടൈപ്സ് ഓഫ് നമ്പേഴ്സാണ്. നമ്പേഴ്സ് പലതരമുണ്ട്, ടൈപ്സ് ഓഫ് നമ്പേഴ്സാണ്. ആദ്യം ഓരോ ടൈപ്പും ഞാൻ പറഞ്ഞു പോകാം, എന്നിട്ട് ഞാനൊരു പടം വരച്ചിട്ട് അതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ കൊണ്ട് തരാം, അതാണ് നിങ്ങൾക്ക് എളുപ്പം. അപ്പോൾ ആദ്യം നാച്ചുറൽ നമ്പേഴ്സ് നിങ്ങൾ കേട്ടുള്ള നമ്മൾ നാച്ചുറലായിട്ട് കൗണ്ടിങ് നമ്പേഴ്സ്, നിങ്ങളോട് എണ്ണം പറയുമ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങളുടെ തന്നിട്ടുണ്ട്, അത് എണ്ണം പറയണം. എങ്ങനെയായിരുന്നു 1, 2, 3, 4 എന്നല്ല എണ്ണുന്നത്, കൗണ്ടിങ് നമ്പേഴ്സ് അല്ലേ. ഇതിനെയാണ് നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് പറയുന്നത്. എന്താ പറഞ്ഞേക്കുന്നത്? നാച്ചുറൽ നമ്പേഴ്സ് ആർ പോസിറ്റീവ് നമ്പേഴ്സ് 1, 2, 3 ആൻഡ് സോ ഓൺ സോ ഫോർത്ത്. അതുകൊണ്ട് കൗണ്ടിങ് നമ്പേഴ്സ് നമുക്ക് പറയാം. നമ്മളൊരു കുറച്ച് കാര്യങ്ങൾക്ക് എണ്ണാൻ തന്നാൽ നിങ്ങൾ 1 എന്നല്ല തുടങ്ങുക, 0 തുടങ്ങുമോ? ഇല്ല. ഓക്കെ, സോ ഹെൻസ് ദ കൗണ്ടിങ് നമ്പേഴ്സ് ഇൻ ദ നാച്ചുറൽ പ്രോസസ് അല്ലേ, 1, 2, 3, അതിനെയാണ് നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് പറയുന്നത്. അപ്പം ബേസിക്കലി 4 ഫണ്ടമെൻ്റൽ ഓപ്പറേഷൻസ് ആണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. ഒത്തിരി ടൈപ്പ് ഓപ്പറേഷൻസ് ഉണ്ട്. എന്നാൽ ഫണ്ടമെൻ്റൽ ഓപ്പറേഷൻസ് എന്ന് പറയുമ്പം അഡീഷൻ അല്ലേ, ആഡിങ് 2 നമ്പേഴ്സ്, സം അല്ലേ, പ്ലസ് എന്ന് പറഞ്ഞ സൈൻ ഉപയോഗിച്ച് നമ്മൾ സം ചെയ്യാറുണ്ട് 2 നാച്ചുറൽ നമ്പേഴ്സിന്. ഏത് നമ്പേഴ്സിന് നമുക്ക് സം ചെയ്യാം, നമ്മളിവിടെ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കാര്യം മാത്രമാണ് പറയുന്നത്. സബ്ട്രാക്ഷൻ അല്ലേ, ഡിഫറൻസ്, 2 നമ്പറിൻ്റെ ഡിഫറൻസ് കാണാം, ഇതൊക്കെ നമുക്കറിയാം അല്ലേ. ദെൻ മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ പ്രൊഡക്റ്റ്, ഈ സിമ്പിളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഡോട്ടും യൂസ് ചെയ്യാറുണ്ട്. ദെൻ ഡിവിഷൻ ഈ സിമ്പിൾ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ബാർ സ്ലാഷ് ഇടാറുണ്ട് അല്ലേ. ഇതൊക്കെയാണ് നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, 2 നാച്ചുറൽ നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ 2 നാച്ചുറൽ നമ്പർ, ഇപ്പോൾ 2 + 3, 2 നാച്ചുറൽ നമ്പർ നിങ്ങൾ എങ്ങനെ ആഡ് ചെയ്താലും നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു നാച്ചുറൽ നമ്പർ തന്നെ ആയിരിക്കും. അതുപോലെ 2 നാച്ചുറൽ നമ്പർ മൾട്ടിപ്ലൈ ചെയ്താലും നിങ്ങൾക്ക് എപ്പോഴും കിട്ടുന്നത് ഒരു നാച്ചുറൽ നമ്പർ തന്നെ ആയിരിക്കും. എന്താണ് ഞാൻ പറഞ്ഞത്? 2 നാച്ചുറൽ നമ്പർ എടുക്കുക, അതിനെ ആഡ് ചെയ്യുകയോ മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു നാച്ചുറൽ നമ്പർ തന്നെ ആയിരിക്കും. എന്നാൽ ഒരു നാച്ചുറൽ നമ്പർ 2 നാച്ചുറൽ നമ്പർ എടുത്തിട്ട് സബ്ട്രാക്ട് ചെയ്യാമെന്ന് വെച്ചോ, എന്നാൽ എപ്പോഴും നമുക്കൊരു നാച്ചുറൽ നമ്പർ കിട്ടണമെന്നില്ല. ഫോർ എക്സാമ്പിൾ 1ഉം 8ഉം എടുത്തു, 8ൽ നിന്ന് 1 കുറച്ച് നിങ്ങൾക്ക് 7 എന്ന നാച്ചുറൽ നമ്പർ കിട്ടും. എന്നാൽ 1ൽ നിന്ന് 8 കുറയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് -7 അല്ലേ കിട്ടുന്നത് അല്ലേ. 1ൽ നിന്ന് 8 കുറച്ചാൽ -7 ആണ് കിട്ടുന്നത്. -7 എന്ന് പറയുന്ന ഒരു നാച്ചുറൽ നമ്പർ അല്ല, പിന്നെ എന്ത് ടൈപ്പ് നമ്പറാണ്? ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റൂ? ആലോചിച്ച് നോക്കിക്കേ. -7 എന്ന് പറയുന്നത് ഇൻറ്റിജറാണ്, നമ്മൾ ആ ക്ലാസിഫിക്കേഷനിലോട്ട് പോകും. അതുപോലെ ഡിവൈഡ് ചെയ്യുക. ഇപ്പം ലെറ്റ്സ് സേ 4/4ഉം 8ഉം ഞാൻ എടുത്തു. 8/4 നിങ്ങൾ ചെയ്ത് നിങ്ങൾക്ക് 2 എന്ന് പറയുന്ന ഒരു നാച്ചുറൽ നമ്പർ കിട്ടും. എന്നാൽ 4/8 കൊടുക്കുന്നത് ഹാഫാണ് കിട്ടുന്നത്. ഹാഫ് എന്ന് പറയുന്ന ഒരു ഫ്രാക്ഷനാണ്. ഫ്രാക്ഷൻ കൗണ്ടിങ് നമ്പറാണോ? അല്ല. അതാണ് ഞാൻ പറഞ്ഞത്. അഡീഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിൽ always give a natural number, but
ഡിവിഷൻ ചെയ്താലും സബ്ട്രാക്ഷൻ ചെയ്താലും എപ്പോഴും നാച്ചുറൽ നമ്പർ ആവണമെന്നില്ല. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി ഇവിടെ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പം ഇവിടെ പറഞ്ഞേക്കുന്നത് ഒരു എക്സാമ്പിൾ 12 ഡിവൈഡ് ബൈ 6 അതൊരു നാച്ചുറൽ നമ്പറാണ്. ബട്ട് 6 ഡിവൈഡ് ബൈ 4 ഈസ് നോട്ട് ഡിഫൈൻഡ് ഇൻ നാച്ചുറൽ നമ്പർ. 6 ഡിവൈഡ് ബൈ 4 എന്ന് പറയുമ്പം എന്താണ്, ഒരു 3/2 1.5 ആണ്. ഓക്കെ, ദാറ്റ്സ് എ ഫ്രാക്ഷൻ ഓർ ഡെസിമൽ വി ക്യാൻ സേ, നാച്ചുറൽ നമ്പർ അല്ല. അതുപോലെ 22 - 16 നാച്ചുറൽ നമ്പർ കിട്ടും, എന്നാൽ 2 - 6 നെഗറ്റീവാണ്, നെഗറ്റീവ് നമ്പറാണ്. ഇറ്റ്സ് പാർട്ട് ഓഫ് ഇൻറ്റിജേഴ്സ്. ഓക്കെ, സോ ഈ പറഞ്ഞ കാര്യം തന്നെ അഡീഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് അഗെയിൻ yield a natural number, but subtraction and division of two natural numbers may or may not give എ നാച്ചുറൽ നമ്പർ. അപ്പം ഇതൊരു പ്രോപ്പർട്ടിയാണ്. മേ ബി ചില ക്വസ്റ്റ്യൻസ് 1-2 നിങ്ങൾക്ക് 20 മാർക്കിൽ 1-2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ മേ ബി ഒരു തിയറി ആയിട്ട് ചോദിക്കാം, അത്രയേ ഉള്ളൂ. കൂടുതലും പ്രോബ്ലമാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നാച്ചുറൽ നമ്പർ. നമുക്കൊരു നമ്പർ ലൈനെ റെപ്രസെൻറ്റ് ചെയ്യാമെന്ന് പറയുകയാണെങ്കിൽ ഇതാണല്ലേ, ഇങ്ങോട്ട് അപ് ടു ഇൻഫിനിറ്റി ആണിത് പോകുന്നത്. ഓക്കെ, ഇതാണ് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ നമ്പർ ലൈൻ, ബിക്കോസ് വി സ്റ്റാർട്ട് ഫ്രം 1, അത്രയേ ഉള്ളൂ. ഓക്കെ, പിന്നെന്താ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫോർമുല നിങ്ങൾ ഓർത്ത് വെക്കണം. ഓക്കെ, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് പലയിടത്തും യൂസ്ഫുൾ ആവുന്ന ഒരു കാര്യമാണ് മുന്നോട്ട്. സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്. ഇപ്പം നിങ്ങൾക്ക് 1, 2, 3, 4, 5 അപ് ടു 10 ഈ 10 നമ്പേഴ്സിൻ്റെ സം കാണാൻ പറയാമെന്ന് വെച്ചാൽ, അപ്പോൾ നമ്മൾ സാധാരണ ഈ ഫോർമുല അറിയത്തില്ല, നമ്മൾ തന്നെ 1 ആഡ് ചെയ്യും, 2 1 2 കൂടെ കൂട്ടുമ്പോൾ 3, ദെൻ യു ആഡ് 3 അഗെയിൻ, 2 + 3 6, ദെൻ 4 6 + 4 10, അങ്ങനെ അപ്പോൾ ഒത്തിരി സമയം എടുക്കും. പക്ഷേ അതൊന്നും വേണ്ട, ഇതാണ് ഫോർമുല n × n + 1 ഡിവൈഡ് ബൈ 2. ഇവിടെ n എന്ന് പറയുന്ന അവസാനത്തെ നമ്പർ 1 മുതൽ 10 വരെ ആണെങ്കിൽ ഇവിടെ n എന്താണ്, 10 ആണ്. ഇപ്പോൾ ഇവിടെ 10 × 10 + 1 എന്താണ്, 11/2. 2ഉം 10ഉം കൂടെ ക്യാൻസൽ ചെയ്യാം, 5 ആണ്. സോ ആൻസർ നമുക്ക് 55 എന്ന് കിട്ടും. സം ഓഫ് ഫസ്റ്റ് 10 നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മ് എത്രയാണ്, 55 ആണ്. അതുപോലെ ഇപ്പോൾ 1 മുതൽ 20 വരെയുള്ള അക്കങ്ങളുടെ സം ചോദിക്കുകയാണെങ്കിൽ n ഇവിടെ എത്രയാണ്, 20 ആണ് അല്ലേ, n ഇവിടെ 20 ആണ്. സോ n × n + 1/2, 20 × n + 1, 20 + 1 21/2. സോ ഇത് നമുക്ക് ക്യാൻസൽ ചെയ്യാം. സോ 10 × 21 210 ആണ് എന്ത്, 1 മുതൽ 20 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മ്. സോ ഇത് ഓർത്ത് വെച്ചേക്കുക. സം ഓഫ് n നാച്ചുറൽ നമ്പേഴ്സ് n × n + 1 ഡിവൈഡ് ബൈ 2. ഇതാണ് നാച്ചുറൽ നമ്പേഴ്സ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. നമ്മൾ കൗണ്ടിങ് നമ്പേഴ്സാണ് നാച്ചുറൽ നമ്പേഴ്സ്. നമുക്കറിയാം നമ്പേഴ്സിൽ 0 വരും അല്ലേ, 0 നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു നമ്പറാണ് 0. അങ്ങനെ ഈ നാച്ചുറൽ നമ്പറിൻ്റെ കൂടെ 0 കൂടെ വന്നാൽ അതിനെ നമ്മൾ ഹോൾ നമ്പേഴ്സ് വിളിക്കും അല്ലേ. അപ്പോൾ അതായത് ഹോൾ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, 0 1 2 3 4 എക്സെട്ര, അതാണ് ഹോൾ നമ്പേഴ്സ്. സിമ്പിളാണ്. ഓക്കെ, ഓർക്ക് ഈ ഹോൾ നമ്പേഴ്സ് ജസ്റ്റ് 0 1 2 3 4 മാത്രമാണ്, അതിനിടയ്ക്കുള്ള വേറെ ഫ്രാക്ഷനോ ഡെസിമലോ ഒന്നും വരത്തില്ല. അതൊക്കെ നമുക്ക് എന്താണ്, നോൺ ഇൻറ്റിജേഴ്സ് എന്ന് പറയാം. ഓക്കെ, അത് റിയൽ നമ്പേഴ്സിൻ്റെ റാഷണൽ നമ്പേഴ്സിൻ്റെ ഒരു ഭാഗമാണ്, അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പം ഹോൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പർ + 0, അതാണ്. ഓക്കെ, പിന്നെ അപ്പോൾ 0 ആഡ് ചെയ്തുകൊണ്ട് നമ്മൾ 0യുടെ കുറച്ച് പ്രോപ്പർട്ടീസ് പഠിക്കാം. ഓക്കെ, ഒരു നമ്പറിൻ്റെ കൂടെ 0 ആഡ് ചെയ്താൽ ആ നമ്പർ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ. 1 + 0 1 ആണ്, 7 + 0 7 ആണ്, 1000 + 0 1000 ആണ്. ഒരു നമ്പറിനോട് 0 ആഡ് ചെയ്താൽ എപ്പോഴും ആ നമ്പർ തന്നെ ആയിരിക്കും. അടുത്തത്, ഒരു നമ്പറിൻ്റെ കൂടെ 0 സബ്ട്രാക്ട് ചെയ്യുന്നത്, ഒരു നമ്പറിൽ നിന്ന് 0 സബ്ട്രാക്ട് ചെയ്യും. ഇപ്പോൾ സപ്പോസ് 10 എന്ന് പറഞ്ഞ നമ്പറിൽ നിന്ന് 0 സബ്ട്രാക്ട് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, 10. അപ്പോൾ ഒരു നമ്പറിൽ നിന്ന് 0 സബ്ട്രാക്ട് ചെയ്താൽ ആ നമ്പർ തന്നെ. എന്നാൽ 0യിൽ നിന്ന് ഒരു നമ്പർ സബ്ട്രാക്ട് ചെയ്താൽ അത് നെഗറ്റീവ് ആയിരിക്കും അല്ലേ, നെഗറ്റീവ് ആയിരിക്കും. 0യിൽ നിന്ന് ഒരു നമ്പർ 0 അല്ലേ, എക്സ് എന്ന് പറയുന്ന നമ്പർ സബ്ട്രാക്ട് ചെയ്താൽ -x ആയിരിക്കും അല്ലേ. എക്സ് 0യിൽ നിന്ന് ഒരു നമ്പർ സബ്ട്രാക്ട് ചെയ്താൽ അതിൻ്റെ നെഗറ്റീവ് ആയിരിക്കും. എന്നാൽ അഡീഷൻ പ്രശ്നമില്ല. അഡീഷൻ നിങ്ങൾക്ക് എന്താണ്, എങ്ങനെ 0യുടെ കൂടെ ആഡ് ചെയ്താലും 0 ഒരു നമ്പറോട് ആഡ് ചെയ്താലും ആ നമ്പർ തന്നെ ആയിരിക്കും. ഈസിയാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലേ. ഇവിടെ പറഞ്ഞിട്ടുണ്ട് 0 - a എന്ന് പറയുന്നത് -a ആണ്, വിച്ച് ഈസ് നോട്ട് ഡിവൈൻഡ് ഇൻ ഹോൾ നമ്പേഴ്സ്. നെഗറ്റീവ് നമ്പേഴ്സ് ഇൻറ്റിജേഴ്സിനകത്താണ് വരുന്നത്. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന ഇൻറ്റിജേഴ്സാണ്. അതുപോലെ ഒരു നമ്പറിൻ്റെ കൂടെ 0 മൾട്ടിപ്ലൈ ആണ്. ഇപ്പം a × 0 ആണെങ്കിലും 0 × a ആണെങ്കിലും 0 ആണ്. ഏത് നമ്പറിൻ്റെ കൂടെ, ഇപ്പോൾ 10 × 0, ഏത് നമ്പറിൻ്റെ കൂടെ 0 മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എന്താണ്, 0 ആണ്. അതാണ് അടുത്തൊരു പ്രോപ്പർട്ടി. ദെൻ ഡിവിഷൻ ബൈ 0. നമുക്ക്
ഡിവിഷൻ ബൈ സീറോ ഇങ്ങനൊരു കാര്യം നോട്ട് ഡിഫൈൻഡ്. ഡിവിഷൻ ബൈ സീറോ നോട്ട് ഡിഫൈൻഡ് ആണ്. നിങ്ങൾ സ്കൂളിലൊക്കെ വേറെ പലരും പല കാര്യങ്ങളായിരിക്കും പറഞ്ഞത്, സീറോ ചെയ്യുകയാണെങ്കിൽ ഇൻഫിനിറ്റ് കിട്ടുമെന്നൊക്കെ പറയുന്നത്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് ഡിഫൈൻഡ്, അതാണ് കറക്റ്റ് വേർഡ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത്. സോ സിമിലർ ടു നാച്ചുറൽ നമ്പേഴ്സ്, നമ്മൾ നാച്ചുറൽ നമ്പറിൽ ചെയ്ത പോലെ ഇവിടെ ആ 4 ഫണ്ടമെൻ്റൽ ഓപ്പറേഷൻസ് നമുക്കിവിടെ ചെയ്യാൻ പറ്റും. 4 ഫണ്ടമെൻ്റൽ. ഓക്കെ, അതായത് 2 ഹോൾ നമ്പേഴ്സ് ആഡ് ചെയ്താൽ നമുക്കൊരു ഹോൾ നമ്പർ ആയിരിക്കും കിട്ടുന്നത്. 2 ഹോൾ നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താൽ ഒരു ഹോൾ നമ്പർ തന്നെ ആയിരിക്കും കിട്ടുന്നത്. 0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തോളൂ, 0 കിട്ടും, വിച്ച് ഇസ് എ ഹോൾ നമ്പർ. എന്നാൽ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഞാൻ ഇവിടെ കാണിച്ചു, ഇവിടെ സബ്ട്രാക്ട് ചെയ്യുമ്പം നെഗറ്റീവ് പോവാം, അപ്പം ഒരു ഹോൾ നമ്പർ ആയിരിക്കത്തില്ല. അതുപോലെ ഡിവൈഡ് ചെയ്യുമ്പം ഫ്രാക്ഷനോ അല്ലെങ്കിൽ ഡെസിമലോ, ഫ്രാക്ഷൻ്റെ വേറൊരു ഫോർമാറ്റാണ് ഡെസിമൽ, അല്ലേ? ക്ലിയർ ആണല്ലോ? ലൈക്ക് നാച്ചുറൽ നമ്പേഴ്സ്, ഹോൾ നമ്പേഴ്സിനും അഡീഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നാച്ചുറൽ നമ്പർ ആണെങ്കിൽ നാച്ചുറൽ നമ്പർ, ഹോൾ നമ്പർ ആണെങ്കിൽ ഹോൾ നമ്പർ, എന്നാൽ ഡിവിഷനോ സബ്ട്രാക്ഷനോ വരുമ്പോൾ അതല്ല വരുന്നത്. ഓക്കെ, അപ്പോൾ ഹോൾ നമ്പേഴ്സ് നമുക്ക് നമ്പർ ലൈനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. 0 മുതൽ സ്റ്റാർട്ട്സ് ഫ്രം 0 ഗോസ് അപ്പ് ടു പോസിറ്റീവ് ഇൻഫിനിറ്റി, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആണ് ഇവിടെ ഫാക്ട്സ് ഓഫ് ഹോൾ നമ്പേഴ്സ് എന്ന് പറഞ്ഞേക്കാൻ നമുക്കൊന്ന് വായിച്ചു വിടാം. ഓൾ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ഇൻക്ലൂഡിങ് 0 ആർ ഹോൾ നമ്പേഴ്സ്. അതായത് 0, 1, 2, 3 എക്സെട്ര ആർ ഹോൾ നമ്പേഴ്സ്. ഹോൾ നമ്പേഴ്സ് മേക്കപ്പ് ഓൾ ഓഫ് നാച്ചുറൽ നമ്പർ. ഹോൾ നമ്പറിൻ്റെ ഒരു പാർട്ടല്ല നാച്ചുറൽ നമ്പർ. അതായത് ഇത് ഹോൾ നമ്പർ എന്ന് പറയുന്ന സെറ്റാണെങ്കിൽ ഇത് 0 ആണ്, ബാക്കി എല്ലാം എന്താണ്? നാച്ചുറൽ നമ്പേഴ്സ്. എനിക്ക് വിളിച്ചുകൂടെ? ഹോൾ നമ്പേഴ്സ് എന്ന് പറയുന്നത് 0 പ്ലസ് നാച്ചുറൽ നമ്പേഴ്സ് അല്ലേ? അതല്ലേ ഇവിടെ പറഞ്ഞേക്കുന്നത്. അടുത്തത് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് എക്സെപ്റ്റ് 0 ബിഗിൻ വിത്ത് 1. അത് പറയേണ്ട കാര്യമൊന്നുമില്ല. സ്മോളസ്റ്റ് ഹോൾ നമ്പർ 0 ആണ്, അത് നമുക്കറിയാം. ദ നമ്പർ 0 ഈസ് ദ ഓൺലി നമ്പർ ദാറ്റ് ഹാസ് നോ സൈൻ, അല്ലേ? 1, 2, 3 നമ്മൾ എഴുതുമെങ്കിലും, നമ്മൾ 1, 2, 3 എന്ന് എഴുതുമെങ്കിലും ശരിക്കും ഇവിടെ എന്തുണ്ട്? ഇവിടെ +1, +2, +3 അങ്ങനെ പറയാം, അല്ലേ? അതുപോലെ ഇനി ഇപ്പുറത്തോട്ട് നോക്കുകയാണെങ്കിൽ ഇവിടെ -1, -2. ഇതിനെയാണ് ഇൻറ്റിജേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇൻറ്റിജേഴ്സ് പഠിക്കും. ഓക്കെ, ഇത് ഹോൾ നമ്പേഴ്സിൻ്റെ തന്നെയാണ്. അപ്പം ശരിക്കും പോസിറ്റീവ് നമ്പേഴ്സും കൂടെ ആ സിമ്പിൾ നമ്മൾ യൂസ് ചെയ്യുന്നില്ല, അത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഫ്രാക്ഷൻസ് ആർ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ഹോൾ നമ്പേഴ്സ്. ഓക്കെ, ഹോൾ നമ്പർ എന്ന് പറഞ്ഞാൽ മൊത്തം. ഹോൾ എന്ന് പറഞ്ഞാൽ എന്താണ് ഇംഗ്ലീഷിൽ? മലയാളത്തിൽ ഹോൾ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് വാക്കിൻ്റെ മലയാളത്തിനകത്ത് മൊത്തമായിട്ടുള്ള നമ്പർ 1, 2, 3 ഒക്കെയാണ്. 1.5 എന്ന് പറഞ്ഞാൽ ഒന്നും അതിൻ്റെ അരയും കൂടെ, അപ്പോൾ മൊത്തമല്ല, ഒരു അരയും കൂടെ ഉണ്ട്, അപ്പോൾ ഹോൾ നമ്പർ അല്ല, അങ്ങനെ ഓർത്താൽ മതി. ഓക്കെ, ഹോൾ നമ്പേഴ്സ് ഇത് നമ്മൾ ഈ നമ്പർ ലൈനിൽ കണ്ടതാണ്. ഇത് ഹോൾ നമ്പേഴ്സിൻ്റെ ഭാഗമാണ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് കാണിക്കുന്ന നമ്പർ ലൈനാണിത്, അല്ലേ? 0 കൂടെ ആഡ് ചെയ്യുമ്പം നാച്ചുറൽ നമ്പേഴ്സ് ഹോൾ നമ്പർ ആവും. ക്ലിയർ ആണ്? ഇപ്പോൾ 10 തവണ ഒരേ കാര്യം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്കത് ക്ലിയർ ആണ്. ഓക്കെ, ദെൻ നമ്മളിപ്പോൾ പറഞ്ഞ പോലെ അഡീഷൻ പ്രോപ്പർട്ടി. Addition of 0 does not change the final. If you add 0 with any whole number, you will get the same number. Then closure property. നോക്കിക്കേ, 2 എളുപ്പമാണ്, പറഞ്ഞുതരാം. 2 whole numbers always produce the whole number as the product and their total sum. അതായത് നിങ്ങൾ ഇത്രയേ ഉള്ളൂ. ക്ലോഷർ പ്രോപ്പർട്ടി അതൊന്ന് നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. ഒരു 2 ഹോൾ നമ്പേഴ്സ് ആഡ് ചെയ്താലും മൾട്ടിപ്ലൈ ചെയ്താലും ഒരു ഹോൾ നമ്പർ കിട്ടും. അതിനൊരു പ്രോപ്പർട്ടി ആയിട്ട് പറഞ്ഞതേ, അതിനെ ക്ലോഷർ പ്രോപ്പർട്ടി എന്ന് പറയും. ദെൻ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ ഇപ്പം 10 × 4 എടുത്താലും 4 × 10 എടുത്താലും നിങ്ങൾക്ക് 40 കിട്ടും. അതായത് അഡീഷനും മൾട്ടിപ്ലിക്കേഷനും വരുമ്പോൾ ഹോൾ നമ്പേഴ്സിൻ്റെ, ഈവൻ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ എടുക്കുമ്പോഴാണെങ്കിലും നിങ്ങൾ ഏത് ഫസ്റ്റ് നമ്പർ സെക്കൻഡ് നമ്പർ എടുത്തു, ഫസ്റ്റ് നമ്പർ ഇൻറ്റു സെക്കൻഡ് നമ്പർ എടുത്താലും സെക്കൻഡ് നമ്പർ ഇൻറ്റു ഫസ്റ്റ് നമ്പർ എടുത്താലും, അതുപോലെ ഫസ്റ്റ് നമ്പർ പ്ലസ് സെക്കൻഡ് നമ്പർ എടുത്താലും സെക്കൻഡ് നമ്പർ പ്ലസ് ഫസ്റ്റ് നമ്പർ എടുത്താലും ആ നമ്പർ നമുക്കറിയാം. ആ പ്രോപ്പർട്ടിയെ വിളിക്കുന്നതാണ് എന്ത്? അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. ഓക്കെ, എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ദെൻ മൾട്ടിപ്ലിക്കേഷൻ പ്രോപ്പർട്ടി നമുക്കറിയാം. ഹോൾ നമ്പറിനെ ഏത് ഹോൾ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത ഒരു ഹോൾ നമ്പർ തന്നെയാണ്. 0 കൊണ്ട് മൾട്ടിപ്ലൈ 0 തന്നെയാണ്. 0 ഈസ് എ ഹോൾ നമ്പർ, അല്ലേ? അതേ ഉള്ള കാര്യം. ഡിവിഷൻ പ്രോപ്പർട്ടി ഞാൻ പറഞ്ഞു, 0 കൊണ്ടുള്ള ഡിവിഷൻ നോട്ട് ഡിഫൈൻഡ് ആണ്, ഓർത്ത് വെച്ചേക്കുക. ദെൻ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി എത്ര നേരം പറയാത്തൊരു കാര്യമാണ്, പക്ഷേ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം തന്നെയാണ്. ഇവിടെ നോക്കിക്കേ, P × Q + R ആണെങ്കിൽ നമ്മൾ എങ്ങനെ എക്സ്പാൻഡ് ചെയ്യും? നമ്മൾ ബ്രാക്കറ്റിനകത്തോട്ട് ആദ്യം എന്ത് ചെയ്യും? P × Q എടുക്കും. P × Q ദെൻ പ്ലസ് P × R, അല്ലേ? P × R, അതാണ് ഡിസ്ട്രിബ്യൂട്ടീവ്. അതായത് ഒരു ബ്രാക്കറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന പരിപാടി. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാനിവിടെ കാണിക്കാം. 2 × 3 + 4
നമ്മൾ നോർമലായിട്ട് എങ്ങനെ ചെയ്യും? ഇത് നോർമലായിട്ട് എങ്ങനെ ചെയ്യും? 2 × 3 + 4 അങ്ങനെയാണ് 7. അത് ബ്രാക്കറ്റിൽ 2 × 7 വിച്ച് ഈസ് ഈക്വൽ ടു 14. ഇത് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി വെച്ച് ചെയ്യുകയാണെങ്കിൽ ആദ്യം 2 × 3 എഴുതും. 2 × 3 + 2 × 4. 2 × 4 which is 2 × 3 6 + 2 × 4 8 which is 14. സെയിം പ്രൂവ് ചെയ്തു. അപ്പോൾ ബ്രാക്കറ്റിലോട്ട് നമ്മൾ ചെയ്യുന്ന കാര്യമാണ് ഇവിടെ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടിയിൽ പറയുന്നത്. ഇവിടെ വേറൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കാം. അടുത്ത കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. ഇതെല്ലാം നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ആ പേരിട്ട് വിളിക്കുന്നതാണ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. ഓക്കെ, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക അല്ലേ, ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അതാണ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. ഒന്നുമില്ല, P + Qയും Q + Pയും ഒന്ന് തന്നെയാണ്. ഓക്കെ, P + Qയും Q + P ഒന്ന് തന്നെയാണ്. ഓക്കെ, അഡീഷൻ്റെ ബേസിക് പ്രോപ്പർട്ടിയാണ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. എക്സാമ്പിൾ 11 + 12ഉം 12 + 11ഉം എപ്പോഴും ഒന്ന് തന്നെയാണ്. അതാണ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. അപ്പോൾ നാച്ചുറൽ നമ്പറും ഹോൾ നമ്പറും നമ്മൾ പഠിച്ചു. അടുത്ത് നമുക്ക് ഇൻറ്റിജേഴ്സ് എന്താണെന്ന് പഠിക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിനിയും ഉള്ളത് ഇൻറ്റിജേഴ്സാണ്. ഇൻറ്റിജേഴ്സ് എന്ന് പറയുമ്പം ഒന്നുമില്ല, 0 + നാച്ചുറൽ നമ്പേഴ്സ് + നെഗറ്റീവ് നമ്പേഴ്സ്, അല്ലെങ്കിൽ ഹോൾ നമ്പേഴ്സ് + നെഗറ്റീവ് നമ്പേഴ്സ്. അതായത് -10 മൈനസ് ഇൻഫിനിറ്റി മുതൽ ഇങ്ങോട്ട് വന്നിട്ട് -10 -9 അപ് ടു -2 -1 0 1 2 3 4 അപ് ടു ഇൻഫിനിറ്റി. ആ മൊത്തം എണ്ണുന്ന മൊത്തമായിട്ടുള്ള പോസിറ്റീവ് നെഗറ്റീവ് സംഖ്യകൾ ഇൻക്ലൂഡിങ് 0, അതാണ് ഇൻറ്റിജേഴ്സ്. അപ്പോൾ എന്താണ് പറയുന്നത്? അതായത് ഇവിടെ നിങ്ങൾക്ക് നമ്പർ ലൈനിൽ കാണാം, ഈസി ആയിട്ട് നമ്പർ ലൈനിൽ കാണാം. അപ് ടു -ഇൻഫിനിറ്റി മുതൽ അപ് ടു +ഇൻഫിനിറ്റി ഉള്ള എല്ലാ മൊത്തമായിട്ടുള്ള, ഇവിടെ ഫ്രാക്ഷൻസോ ഡെസിമൽസോ വരുന്നില്ല, നമുക്ക് മൊത്തമായിട്ടുള്ള നമ്പേഴ്സ് നെഗറ്റീവും പോസിറ്റീവും 0. ഓക്കെ, ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? ഇറ്റ് ഈസ് ഡിസ്കവേർഡ് ദാറ്റ് സബ്ട്രാക്ടിങ് വൺ നമ്പർ ഫ്രം അനദർ ഈസ് ഇൻ ആൾവേസ് പോസിബിൾ വെൻ വർക്കിംഗ് വിത്ത് നാച്ചുറൽ നമ്പേഴ്സ് ഓർ ഹോൾ നമ്പേഴ്സ്. അതായത് ഇപ്പോൾ 2 ൽ 5 കുറയ്ക്കുക, അപ്പോൾ -3 ആണ് പറയുന്നത്. -3 എന്ന് പറഞ്ഞ നമ്പറാണ്, അത് എവിടെയെങ്കിലും ഇടണ്ടേ? ആ ടൈപ്പ് നമ്പേഴ്സിനെയാണ് അതായത് 2 സംഖ്യകൾ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുന്നു, അപ്പോൾ കിട്ടുന്ന നമ്പേഴ്സ് എല്ലാം തന്നെ നമുക്ക് ഇൻറ്റിജേഴ്സ് എന്ന ഗണത്തിൽപ്പെടാം. ഫോർ എക്സാമ്പിൾ 8 - 5, 8 - 5 നിങ്ങൾക്ക് എന്ത് കിട്ടി? 3 കിട്ടി. 5 - 8 -3 കിട്ടി. 5 - 5 0. ഇതെല്ലാം തന്നെ എന്താണ്? ഇൻറ്റിജേഴ്സാണ്. അതായത് 2 ഇൻറ്റിജേഴ്സ് തമ്മിൽ ആഡ് ചെയ്താൽ നിങ്ങൾക്കൊരു ഇൻറ്റിജർ കിട്ടും. 2 ഇൻറ്റിജേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് 2 കിട്ടുന്നത് ഇൻറ്റിജറാണ്. 2 ഇൻറ്റിജേഴ്സ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇൻറ്റിജറാണ് കിട്ടുന്നത്. എന്നാൽ ഹോൾ നമ്പറും നാച്ചുറൽ നമ്പറും പറഞ്ഞ സ്ഥിതിക്ക് അഡീഷനും മൾട്ടിപ്ലിക്കേഷനും മാത്രമേ അവിടെ അപ്ലിക്കബിൾ ആയിട്ടുള്ളൂ, സബ്ട്രാക്ഷൻ ഇല്ല. ഇൻറ്റിജേഴ്സിൻ്റെ കേസ് വരുമ്പോൾ സബ്ട്രാക്ഷനാണ്. എന്നാൽ ഇവിടെ ഡിവിഷൻ ഇല്ല. ഫോർ എക്സാമ്പിൾ 6/2. ഓക്കെ, അത് ഉറപ്പായിട്ട് 3 കിട്ടി. അതൊരു ഹോൾ നമ്പർ ഓർ നാച്ചുറൽ നമ്പർ ഇൻറ്റിജർ എന്ന് വിളിക്കാം. 6/5 എന്ന് പറയുകയാണ്. 6/5 ദാറ്റ് ഈസ് എ ഫ്രാക്ഷൻ ഓർ ഡെസിമൽ ഫോമിൽ കൺവേർട്ട് ചെയ്യുക. ഇറ്റ് ഈസ് നോട്ട് ആൻ ഇൻറ്റിജർ. സോ ഇൻറ്റിജർ ആകുമ്പം അഡീഷൻ, സബ്ട്രാക്ഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ ആപ്ലിക്കബിൾ ആണ്. ഇവിടെ അതിൻ്റെ എക്സാമ്പിളൊക്കെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. ഓക്കെ, സിമ്പിൾ, ഇതൊക്കെ എക്സാമ്പിളാണ്. ഓക്കെ, നെഗറ്റീവ് നമ്പർ കിട്ടുന്നതാണ്. ഓക്കെ, സോ നെഗറ്റീവ് -1 അല്ലെ -1 എന്നാണ് നമ്മൾ പറയുന്നത് അല്ലേ. -1 -2 അല്ലെ -1 -2 -3 അങ്ങനെ പറയുന്നത്. കൂടുതലും മൈനസ് എന്നാണ് നമ്മൾ പറയാറുള്ളത്. ഓക്കെ, ഒരു നമ്പറിൻ്റെ കൂടെ ആ നമ്പറിൻ്റെ നെഗറ്റീവ് സൈനുള്ള നമ്പർ ആഡ് ചെയ്താൽ, അതായത് x + -x ആഡ് ചെയ്താൽ എപ്പോഴും 0 കിട്ടുന്നത്. അതാണ് 5 + -5 0 എന്നും 10 + -10 ഒക്കെ 0 എന്ന് പറഞ്ഞേക്കുന്നത്. സോ ഇൻറ്റിജർ നിങ്ങൾ കണ്ടു. ഓക്കെ, ഇനി അടുത്ത ഒരു ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ഇൻറ്റിജർ കഴിഞ്ഞു, ഹോൾ നമ്പേഴ്സ് കഴിഞ്ഞു, നാച്ചുറൽ നമ്പർ കഴിഞ്ഞു. നാച്ചുറൽ നമ്പറിൻ്റെ ഭാഗമായിട്ടുള്ള വേറൊരു സെറ്റ് ഓഫ് നമ്പേഴ്സാണ് പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. പ്രൈം നമ്പേഴ്സ്. ഓക്കെ, അതായത് നമ്പേഴ്സ് വിച്ച് ആർ ഡിവിസിബിൾ ബൈ 1 ആൻഡ് ഇറ്റ് സെൽഫ് ഓൺലി. ഫോർ എക്സാമ്പിൾ 1ഉം ആ നമ്പറും കൂടെ ആയിരിക്കണം. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട, 1 ഒരിക്കലും ഒരു പ്രൈം നമ്പർ അല്ല. ഏറ്റവും ചെറിയ പ്രൈം നമ്പർ 2 ആണ്. ഓർത്ത് വെച്ചേക്കുക, 2 ആണ് ഏറ്റവും ചെറിയ പ്രൈം നമ്പർ. അതായത് 2 എടുത്തു, 2 ക്യാൻ ബി ഡിവൈഡഡ് ബൈ 1 ആൻഡ് 2 ക്യാൻ ബി ഡിവൈഡ് ബൈ 2. 2നെ നിങ്ങൾ 1 കൊണ്ടും 2 കൊണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് നിങ്ങൾക്ക് എപ്പോഴും ഒരു നാച്ചുറൽ നമ്പർ തന്നെ ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണോ? 2നെ നിങ്ങൾ 1 കൊണ്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്ന നമ്പർ എപ്പോഴും ഒരു നാച്ചുറൽ നമ്പർ ആയിരിക്കും. ഓക്കെ, അതിനേക്കാളും നല്ല ഇച്ചിരൂടെ പുട്ട് ഫോർത്ത് ചെയ്യുമ്പോൾ ഞാൻ വേറെ രീതിയിൽ പറഞ്ഞുതരാം. ഇപ്പോൾ 3 എടുത്തു, 3യെ നിങ്ങൾക്ക് 1 കൊണ്ടും ഡിവൈഡ് ചെയ്യാം, 3യെ നിങ്ങൾക്ക് 3 കൊണ്ടും ഡിവൈഡ് ചെയ്യാം. അത് മാത്രമേ പറ്റുള്ളൂ, വേറെ നമ്പർ കൊണ്ടൊന്നും ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനത്തെ നമ്പേഴ്സിനെയാണ് നമ്മൾ പ്രൈം നമ്പേഴ്സ് പറഞ്ഞത്. നമ്പേഴ്സ് വിച്ച് ആർ ഡിവിസിബിൾ ബൈ 1 ആൻഡ് ദാറ്റ് നമ്പർ ഇറ്റ് സെൽഫ്. ഇനി ഞാൻ 4 എടുത്തു. അപ്പോൾ 2ഉം 3ഉം പ്രൈം നമ്പേഴ്സാണ്. 2ഉം 3ഉം പ്രൈം നമ്പേഴ്സാണ്. 4 എടുത്തു. 4നെ എനിക്ക് 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 4നെ എനിക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 4നെ എനിക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ച് ആ നമ്പർ
1 കൊണ്ട് മാത്രമല്ല വേറൊരു നമ്പറായ 2 കൊണ്ട് എനിക്കൊരു നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനെ എനിക്ക് പ്രൈം നമ്പർ എന്ന് വിളിക്കാൻ പറ്റുമോ? ഇല്ല. ഇനി 5 എടുത്തേ, 5 എടുക്കാം. 5 അങ്ങനെ തന്നെയല്ല അല്ലേ? 5നെ എനിക്ക് 1 കൊണ്ടും 5നെ എനിക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ മാത്രം നമുക്കൊരു നാച്ചുറൽ നമ്പർ കിട്ടുകയുള്ളൂ. സപ്പോസ് 5നെ ഞാൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്താ കിട്ടുന്നത്? 2.5 അല്ലെങ്കിൽ 5/2 എന്ന് എനിക്ക് ഒരു ഡെസിമൽ അല്ലേ ഫ്രാക്ഷനാണ് കിട്ടുന്നത്. ഒരു നാച്ചുറൽ നമ്പർ ആണോ കിട്ടിയേ? അല്ല. ക്ലിയർ ആണോ? അപ്പം ഒരു നമ്പറിനെ 1 കൊണ്ടും ആ നമ്പർ കൊണ്ടും മാത്രം ഡിവൈഡ് ചെയ്യുമ്പം നമുക്കൊരു നാച്ചുറൽ നമ്പർ കിട്ടിയാൽ എന്താണ് പ്രൈം നമ്പർ എന്ന് വിളിക്കാം. ആ നമ്പറിനെ വേറെ ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴും ഒരു ഡെസിമലോ ഫ്രാക്ഷനോ കിട്ടുന്നെങ്കിൽ അതൊരു പ്രൈം നമ്പർ അല്ല. നമ്പേഴ്സ് വിച്ച് ആർ ഡിവിസിബിൾ ബൈ 1 ആൻഡ് ഇറ്റ് സെൽഫ് ഓൺലി, ആ നമ്പർ തന്നെ. ഓക്കെ, 16 എടുത്തോ. ഇതൊരു പ്രൈം നമ്പർ ആണോ? അല്ല. കാരണം എന്താണ്? 16 1 കൊണ്ട് ചെയ്യാം, 2 കൊണ്ട് ചെയ്യാം, 4 കൊണ്ട് ചെയ്യാം, 8 കൊണ്ട് ചെയ്യാം. ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു നാച്ചുറൽ നമ്പർ ആണ് കിട്ടുന്നത്. അങ്ങനെ നാച്ചുറൽ നമ്പർ കിട്ടാൻ പാടില്ല. വേറെ ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താലും നാച്ചുറൽ നമ്പർ കിട്ടാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ എടുത്തോ, 11 എടുത്തോ. 11നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 11നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 11നെ 2 കൊണ്ട് പറ്റുമോ? ഇല്ല. 3 കൊണ്ട് പറ്റുമോ? ഇല്ല. ക്ലിയർ ആണല്ലോ പ്രൈം നമ്പർ എന്താണെന്ന്? ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഒരു പ്രോപ്പർട്ടീസ് ആണ്. ഓൾ പ്രൈം നമ്പേഴ്സ് ആർ പോസിറ്റീവ്. എല്ലാ പ്രൈം നമ്പറും പോസിറ്റീവാണ്. 1 ഒരു പ്രൈം നമ്പർ അല്ല. The only even prime number is 2 and the smallest prime number is 2. ഓർത്തിച്ചു, only even prime number is 2 and the smallest prime number is 2. ഓക്കെ, അടുത്തത് 0 is not a prime number. ഞാൻ ഓൾറെഡി പറഞ്ഞു 2ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 1 is not a prime number കാരണം ഒറ്റ ഫാക്ടറേ ഉള്ളൂ. 1ന് 1 എന്ന് പറയുന്ന ഫാക്ടർ മാത്രമേ ഉള്ളൂ. പ്രൈം നമ്പറിന് മിനിമം 2 ഫാക്ടർ വേണം. ഒന്ന് 1ഉം ആ നമ്പർ ഇറ്റ് സെൽഫ്. ഫാക്ടർ, ഒരു നമ്പറിൻ്റെ ഫാക്ടർ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. 4 ഒരു പ്രൈം നമ്പർ ആണോ? അല്ല. 4ൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ 1ഉം 2ഉം 4 1 എന്താണെന്ന് പറഞ്ഞുതരാം. 3 എന്ന നമ്പർ എടുത്തു. 3 നമുക്ക് 1 × 3 അല്ലെ 3 × 1 ഈ 2 രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. ഫാക്ടറൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ 2 നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്ത് ഒരു നമ്പറിനെ കാണിക്കാം. ഓക്കെ, അപ്പോൾ 3 നമുക്ക് 1 × 3 ഉം 3 ന് 2 നമ്പർ വെച്ച് പറയാൻ പറ്റുള്ളൂ. എന്നാൽ 4 എടുത്തേ. 4 എടുക്കുമ്പോൾ എനിക്ക് 1 × 4 പറയാം, 4 × 1 പറയാം, 2 × 2 പറയാം. അപ്പോൾ 1ഉം 4ഉം അല്ലാതെ വേറൊരു നമ്പറിനെ വെച്ച് നമുക്ക് അതിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അപ്പം പ്രൈം നമ്പേഴ്സിന് 1ഉം ആ നമ്പർ മാത്രമേ ഫാക്ടർ ആയിട്ടുള്ളൂ. അതാണ് ഫാക്ടർ എന്ന് പറയുന്നത്. ഓരോ നമ്പറിൻ്റെ ഫാക്ടർ. ഇപ്പോൾ 25 എടുക്കുക. 25ൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പം ഞാൻ പറയാം 25ന് 1 ഉണ്ട്, 5 ഉണ്ട്, 25 ഉണ്ട് അല്ലേ? കാരണം 25ന് 1 × 25 എന്നും 5 × 5 എന്നും പറയാം. അപ്പോൾ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ ആ നമ്പരും 1ഉം മാത്രം വരുന്ന നമ്പേഴ്സാണ് പ്രൈം നമ്പേഴ്സ്. അങ്ങനെ നമുക്ക് ചിന്തിക്കാം. ഞാൻ പറഞ്ഞ പോലെ 2 ഈസ് ദ ഓൺലി ഈവൻ പ്രൈം നമ്പർ അല്ലേ? പിന്നെ അടുത്തൊരു പ്രോപ്പർട്ടിയാണ്, ശ്രദ്ധിക്കുക. അടുത്തൊരു പ്രോപ്പർട്ടിയാണ്. നമുക്കിതൊക്കെ ഒന്ന് വായിക്കാം. പ്രൈം നമ്പറിൻ്റെ അതുപോലെ അതിന് തൊട്ട് മുമ്പ് ദ ലോവസ്റ്റ് ഓഡ് പ്രൈം നമ്പർ ഈസ് 3. അതായത് 2 മാത്രമേ ഉള്ളൂ ഓൺലി ഈവൻ പ്രൈം നമ്പർ അല്ലേ? കാരണം 2 കഴിഞ്ഞ് ബാക്കി ഏത് ഈവൻ നമ്പർ എടുത്താലും 2 അതിൻ്റെ ഒരു ഫാക്ടർ. ഈവൻ നമ്പർ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഈസിലി ഡിവിസിബിൾ ബൈ 2 അല്ലേ? 2 കഴിഞ്ഞ് ബാക്കി 4 എടുത്ത ഒരു പ്രൈം നമ്പറാണോ? അല്ല. 3, 5, 7 ഇതൊക്കെ പ്രൈം നമ്പർ. എന്നാൽ 9 ഒരു പ്രൈം നമ്പർ അല്ല. കാരണം എന്താ? 9 1ഉം 9ഉം അല്ലാതെ 3 എന്നൊരു ഫാക്ടർ കൂടെ ഉണ്ട്. പിന്നെ 11 ആണ്, 13 അങ്ങനെ പോകും. ഓക്കെ, ഇനി ഒരു പ്രോപ്പർട്ടിയാണ്. ദ റിമൈൻഡേഴ്സ് വെൻ എ പ്രൈം നമ്പർ പി ഗ്രേറ്റർ 5 അതിന് മുകളിലുള്ള ഒരു പ്രൈം നമ്പറോ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അതിൻ്റെ റിമൈൻഡർ 1 അല്ലെങ്കിൽ 5 എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ റിമൈൻഡർ എന്നാൽ ഒരു നമ്പറിനെ ഡിവൈഡ് ചെയ്തു. ഫോർ എക്സാമ്പിൾ 10നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു. പ്രൈം നമ്പർ ഒന്നും എടുക്കുന്നില്ല, സാധാരണ നമ്പർ എടുക്കുന്നു. 10നെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 4 2 തവണയുണ്ട് 8. ഈ 2ആണ് റിമൈൻഡർ. ഇവിടെ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞേക്കുന്നത് ഒരു പ്രൈം നമ്പർ 5 അതിന് മുകളിലുള്ള ഒരു പ്രൈം നമ്പറോ എടുത്തിട്ട് 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ എപ്പോഴും 1 അല്ലെങ്കിൽ 5 ആയിരിക്കും. 5 എടുത്തു, 5നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്തു, ഒന്നുമില്ല അല്ലേ? ഒരു തവണ പോലും ഇല്ല. അപ്പോൾ അതിൻ്റെ റിമൈൻഡർ 5 തന്നെയാണ്. ഞാൻ 17 എടുത്തു. 17 എടുത്തിട്ട് ഞാൻ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 6 × 2 12. റിമൈൻഡർ എത്രയാണ്? 5 അല്ലേ? ക്ലിയർ ആണോ? ഇനി വേറെ നമ്പർ 31 എന്ന് പറഞ്ഞാൽ ഒരു പ്രൈം നമ്പർ ആണോ എന്ന് നോക്കാം. 31 ഞാൻ 31 ഇവിടെ ഒരു കാര്യം ഞാൻ പറയാം. 31 ഒരു പ്രൈം നമ്പറാണ്. 31 ഞാൻ 6 കൊണ്ട് ചെയ്തു. 6 × 5 30 ആണ്. ശിഷ്ടം എന്ത് വന്നു? 1 വന്നു.
അതായത് ഒരു പ്രൈം നമ്പറിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 1ഓ 5ഓ കിട്ടും. ക്ലിയർ ആണ്? ഒരു പ്രൈം നമ്പറിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അതിൻ്റെ റിമൈൻഡർ 1ഓ 5ഓ കിട്ടും. എങ്കിൽ ഏതേലും ഒരു നമ്പർ എടുത്തിട്ട് ഞാൻ അതിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ റിമൈൻഡർ 1 or 5 വന്ന അത് പ്രൈം നമ്പർ ആവണമെന്നില്ല. ഞാൻ ഒന്നും കൂടെ പറയാം. ഒരു പ്രൈം നമ്പറിനെ ഞാൻ എടുത്തിട്ട് ഏതൊരു പ്രൈം നമ്പറിനെ എടുത്തിട്ട് ഞാൻ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അതിൻ്റെ റിമൈൻഡർ 1ഓ 5ഓ ആയിരിക്കും. എന്നാൽ ഞാൻ ഏതേലും ഒരു നമ്പറിനെ എടുത്തിട്ട് അതിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 അല്ലെങ്കിൽ 5 വരുവാണെങ്കിൽ അത് പ്രൈം നമ്പർ ആവണമെന്നില്ല. നമുക്കൊന്ന് രണ്ട് എക്സാമ്പിൾ നോക്കാം. ഓക്കെ, ഒന്ന് രണ്ട് എക്സാമ്പിൾ എടുക്കാം. ഞാൻ പറഞ്ഞു 31 എടുത്തു, ഡിവൈഡ് ബൈ 6 5 31 പ്രൈം നമ്പറാണ്. അത് ഞാൻ 25 എടുത്തു. ഞാൻ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. 25നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. 4 24 1 കിട്ടി. ഞാൻ പറഞ്ഞു ഏതെങ്കിലും ഒരു നമ്പറിനെ ഞാൻ 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 1ഓ 5ഓ റിമൈൻഡർ ഇട്ടത് പ്രൈം നമ്പർ ആവണമെന്നില്ല. 25 പ്രൈം നമ്പർ ആണോ? അല്ല. വൈ? 5 × 5 അല്ലേ? 5 × 5 ആണ് 25. ഇറ്റ്സ് നോട്ട് എ പ്രൈം നമ്പർ. വേറൊരു ഫാക്ടർ വന്നു. 1 25 അല്ലാതെ 5 എന്ന് പറയുന്ന ഫാക്ടർ വന്നു. 49 എടുത്തോളൂ. 49നെ നമ്മൾ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 6 times 48 1 റിമൈൻഡർ ഉണ്ട്. പക്ഷേ 49 7 × 7 7ൻ്റെ സ്ക്വയർ ആണ് 49. അതൊരു പ്രൈം നമ്പർ അല്ല. 55 എടുത്തോളൂ. 55 എടുത്താൽ 6 കൊണ്ട് 9 54 1 55 5 × 11 55 ആണ്. ക്ലിയർ ആണ്? അപ്പം ഏതേലും ഒരു നമ്പറിനെ എടുത്തിട്ട് 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് റിമൈൻഡർ 1ഓ 5ഓ കിട്ടിയത് പ്രൈം നമ്പർ അല്ല. എന്നാൽ ഒരു പ്രൈം നമ്പറിനെ എടുത്തിട്ട് ഞാൻ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അതിന് ഉറപ്പായിട്ട് അതിൻ്റെ റിമൈൻഡർ 1 അല്ലെങ്കിൽ 5 ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ഓക്കെ, മുന്നോട്ട് പോകാം. അതാ പറഞ്ഞത്. ഹൗവർ ഇഫ് എ നമ്പർ on being divided by 6 gives a remainder 1 or 5, then the number need not be prime. എപ്പോഴും പ്രൈം ആവണമെന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇനിയും ഇവിടെ കണ്ടു. നമ്മൾ 3 ടൈപ്പ് നമ്പർ പഠിച്ചു. 3 അല്ല 4 പഠിച്ചോ? പ്രൈം നമ്പർ മാറ്റി വെച്ചാൽ 3 ടൈപ്പ് നമ്പറാണ് പഠിച്ചത്. ഇൻറ്റിജർ, ഹോൾ നമ്പേഴ്സ്, പിന്നെ നമ്മളുടെ നാച്ചുറൽ നമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ എന്തിൻ്റെ കീഴിൽ വരുന്ന? റാഷണൽ നമ്പേഴ്സിൻ്റെ കീഴിൽ വരുന്നതാണ് ഈ പറയുന്ന 3. അതായത് ഒരു ക്ലാസിഫിക്കേഷൻ കാണിച്ചു തരാം. ഞാനിവിടെ റാഷണൽ നമ്പേഴ്സ് എഴുതി. ഓക്കെ, ഞാനൊരു ചെറിയ ക്ലാസിഫിക്കേഷൻ പറയാം. ഇവിടെ ഞാൻ റാഷണൽ നമ്പേഴ്സ് എന്ന് എഴുതുകയാണ്. റാഷണൽ നമ്പേഴ്സ്. അതിന് ഞാനൊരു ക്ലാസിഫിക്കേഷൻ ആദ്യം തന്നെ പറയുകയാണ്. ഇൻറ്റിജർ, നോൺ ഇൻറ്റിജറുണ്ട്. അതായത് ഇപ്പം ഇൻറ്റിജർ എന്ന് പറഞ്ഞാൽ -3 -2 -∞ മുതൽ നെഗറ്റീവ് നമ്പേഴ്സും 0ഉം പോസിറ്റീവ് നമ്പേഴ്സ്, അതാണ് ഇൻറ്റിജർ. ഇനി 1.5 -7.5 7/2 ഇങ്ങനത്തെയൊക്കെ ഫ്രാക്ഷൻസ് ഒക്കെ ഉണ്ടല്ലോ. അതിനെ ഞാൻ തൽക്കാലം നോൺ ഇൻറ്റിജേഴ്സ് എന്ന് വിളിക്കുകയാണ്. നോൺ ഇൻറ്റിജേഴ്സ് തൽക്കാലം അല്ല, ഈ നോൺ ഇൻറ്റിജേഴ്സ് തന്നെയാണ്. ഇൻറ്റിജർ അല്ലല്ലോ, മൊത്തമായിട്ടുള്ള നമ്പറൊന്നും അല്ലല്ലോ. ഇനി ഇൻറ്റിജറിനെ എനിക്ക് 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. നെഗറ്റീവ് നമ്പേഴ്സും ഹോൾ നമ്പേഴ്സിനെ എനിക്ക് 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. നാച്ചുറൽ നമ്പേഴ്സും 0. ക്ലിയർ അല്ലേ? അതായത് നാച്ചുറൽ നമ്പേഴ്സ് പ്ലസ് 0 എന്താണ്? ഹോൾ നമ്പർ പ്ലസ് നെഗറ്റീവ് നമ്പർ എന്താണ്? ഇൻറ്റിജർ. ഇനി ഇൻറ്റിജറും പിന്നെ ഇൻറ്റിജർ അല്ലാത്ത നമ്പറും കൂടെ വരുന്നൊരു ഗ്രൂപ്പാണ് റാഷണൽ നമ്പേഴ്സ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന റാഷണൽ നമ്പേഴ്സിനെ പറ്റിയാണ്. ഓക്കെ, സോ ഇവിടെ പറയുന്നത് അതിൻ്റെ ഡെഫിനേഷനാണ്. എ നമ്പർ ആർ ഈസ് കോൾഡ് എ റാഷണൽ നമ്പർ ഇഫ് ഇറ്റ് ക്യാൻ ബി റിട്ടൺ ഇൻ ദ ഫോം P/Q ഫോമിൽ എഴുതാം. അതായത് ഫ്രാക്ഷൻ അവിടെ വരാവുന്നത് P/Q വെയർ Q നോട്ട് ഈസ് ഈക്വൽ ടു 0. P ആൻഡ് Q ആർ ഇൻറ്റിജേഴ്സ് ആൻഡ് Q നോട്ട് ഈസ് ഈക്വൽ ടു 0. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. Pയും Qയും. ഫോർ എക്സാമ്പിൾ P ഇൻറ്റിജർ എന്താണ്? നെഗറ്റീവ് വരാം അല്ലേ? ഇൻറ്റിജർ നെഗറ്റീവ് നമ്പേഴ്സ് വരാം, 0 വരാം, പോസിറ്റീവ് ഒക്കെ വരാം. എന്നാൽ Q 0 ആവരുത്. ഫോർ എക്സാമ്പിൾ P/Q ഫോമാണല്ലേ. P/Q ഞാൻ Pക്ക് ഇപ്പോൾ ഒരു വാല്യൂ കൊടുക്കാം 1ഉം 5. Pക്ക് 1ഉം Qന് 5 കൊടുക്കുമ്പോൾ നമുക്ക് 1/5 എന്ന് കിട്ടി. P/Q ഫോമാണ്. Q ഈസ് നോട്ട് ഈക്വൽ ടു 0 വിച്ച് ഈസ് 1/5 എന്ന് പറയുന്ന ഒരു റാഷണൽ നമ്പറാണ്. ഇനി ഞാനിപ്പോൾ -1 Pക്ക് കൊടുക്കുകയാണ്, 2 Qന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടി? -1/2 കിട്ടി. അതും ഒരു റാഷണൽ നമ്പറാണ്. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് 2 കേസ് എടുക്കാം. ഓക്കെ, ഒന്ന് പിയും ക്യൂവിനും അവരുടെ എയും ബിയും ആണ് അവർ പറഞ്ഞേക്കുന്നത്. ഓക്കെ, പിയും ക്യൂവും നമ്മൾ കുറച്ച് നേരത്തേക്ക് പറഞ്ഞിട്ട് എയും ബിയും ചിന്തിക്കുക. A/B
ഒന്നാമത്തെ കേസ് വേർ എ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് ബി. അതായത് ബി ഞാൻ 5 എന്നെടുത്തു, എ മൾട്ടിപ്പിൾ ഓഫ് ബി 6 × 5 30 എടുത്തു. 30/5 ഇറ്റ് ഈസ് എ റാഷണൽ നമ്പർ. പക്ഷേ അത് റെഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്കല്ലേ 6 എന്ന് കിട്ടും. റെഡ്യൂസ് ചെയ്യുമ്പോൾ കട്ട് ചെയ്ത് 6 എന്ന് കിട്ടും. 6 ഈസ് ഓൾസോ എ റാഷണൽ നമ്പർ. ഞാൻ പറഞ്ഞല്ലോ റാഷണൽ നമ്പറിൻ്റെ കീഴിൽ വരുന്നതാണ് ഹോൾ നമ്പർ ആയാലും ഇൻറ്റിജർ ആണെങ്കിലും ഇൻറ്റിജർ അല്ലേ. അപ്പോൾ 6ന് നമുക്ക് 6/1 എന്ന് എഴുതാം. സോ ഇറ്റ് ഈസ് എ റാഷണൽ നമ്പർ. അതാണ് വേർ when a is a multiple of b, a by b where a is a multiple of b. അടുത്തത് a by b where a is not a multiple of b, 7/2 obviously റാഷണൽ നമ്പറാണ്. 7 is not a multiple of 2. അതാണ് ഈ രണ്ട് കാര്യം. ഓക്കെ, സോ റാഷണൽ നമ്പർ എന്താണെന്ന് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ട്. p/q ഫോമിൽ ഫ്രാക്ഷനായിട്ട് ഉറപ്പായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അടുത്തതാണ്, അതിൽ തന്നെ നമുക്ക് 2 ഡിവിഷനുണ്ട്, പോസിറ്റീവ് റാഷണൽ നമ്പറും നെഗറ്റീവ് റാഷണൽ നമ്പറും. വെരി ഈസി. ഓക്കെ, അപ്പോൾ പോസിറ്റീവ് റാഷണൽ നമ്പേഴ്സ് ഒന്നുമില്ല. p/q ഫോം എപ്പോഴും പോസിറ്റീവായിട്ട് നിൽക്കുക. അപ്പോൾ അതിനായിട്ട് ഒന്നീ പിയും ക്യൂവും പോസിറ്റീവ് ആകുക, അല്ലെങ്കിൽ പിയും ക്യൂവും നെഗറ്റീവ് ആകുക. പിയും ക്യൂവും നെഗറ്റീവ് ആകുക. ഫോർ എക്സാമ്പിൾ -5/-8 നെഗറ്റീവ് ക്യാൻസൽ ആയി പോകും, വിച്ച് ഇസ് 5/8. അല്ലെ -3/-5 സിമ്പിൾ. നെഗറ്റീവ് മുകളിലും താഴെ നെഗറ്റീവ് വന്ന് ക്യാൻസൽ ആവും, ഇറ്റ് വിൽ ബി പോസിറ്റീവ്. സിമ്പിളാണല്ലോ. 3/5 അല്ലെങ്കിൽ 2 പോസിറ്റീവ് 1/2 2/3 ലൈക്ക് ദാറ്റ്. ഓക്കെ, ഇനി നെഗറ്റീവ് റാഷണൽ നമ്പേഴ്സ്. നെഗറ്റീവ് റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുമ്പം എയ്തർ പി ഓർ ക്യൂ എന്തായിരിക്കണം, നെഗറ്റീവ് ആയിരിക്കണം. എയ്തർ പി ഓർ ക്യൂ. ഫോർ എക്സാമ്പിൾ 6/-5 6/-5 വിച്ച് ഈസ് -6/5. അടുത്തത് -12/5. ഏതേലും ഒരെണ്ണം പി ഓർ ക്യൂ എന്തായിരിക്കണം, ഡിഫറൻസ് അതിനായിരിക്കണം. അതായത് പി പോസിറ്റീവും ക്യൂ നെഗറ്റീവ്, അല്ലെങ്കിൽ ക്യൂ പോസിറ്റീവും പി നെഗറ്റീവ്. അതാണ് പോസിറ്റീവ് റാഷണൽ നമ്പറും നെഗറ്റീവ് റാഷണൽ നമ്പറും പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഇറാഷണൽ നമ്പേഴ്സാണ്. എന്താണ് ഇറാഷണൽ നമ്പേഴ്സ്? അപ്പോൾ അതിന് മുമ്പ് ഞാൻ കുറച്ച് കാര്യം പറയാം. ഇറാഷണൽ നമ്പർ പറയുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് കാര്യം പറയാം. ഇപ്പോൾ ഞാൻ 3/4 എന്ന് എഴുതി. എന്താണ് 3/4? നമുക്കറിയാം 3/4 എന്ന് പറഞ്ഞാൽ മുക്കാലാണ്. മുക്കാൽ എന്ന് പറഞ്ഞാൽ 0.75 എന്ന് നമുക്ക് പറയാം. അതായത് ഡെസിമലാണ്, പക്ഷേ ആ ഡെസിമൽ അവിടെ അവസാനിച്ചു. 0.75 അവിടെ അവസാനിച്ചു. ഓക്കെ, ഇനി വരണം. അപ്പം 18/5 പറയുമ്പോൾ 5 3 3.6. അതായത് ഒരു ഫ്രാക്ഷൻ നമ്മൾ ഡെസിമലാക്കി, പക്ഷേ ഡെസിമൽ അവിടെ നിന്നു അല്ലേ. 3.6 കഴിഞ്ഞ് വേറെ ഒന്നുമില്ല, 3.6 അവിടെ നിന്നു. അതുപോലെ ഇതെടുത്തപ്പോൾ 0.75 അവിടെ നിന്നു. അതായത് ടെർമിനേറ്റിംഗ് ഡെസിമൽ. ടെർമിനേറ്റ് എന്താണ്, അവസാനിക്കുക. ഡെസിമൽ അവിടെ അവസാനിച്ചു. അപ്പം റാഷണൽ നമ്പർ ആണെങ്കിൽ ഒന്നിൽ ടെർമിനേറ്റിംഗ് ഡെസിമലാണ്. ഓക്കെ, റാഷണൽ നമ്പർ ആണെങ്കിൽ ടെർമിനേറ്റിംഗ് ഡെസിമൽ. അതായത് p/q ഫോമിൽ നമുക്ക് എഴുതാം. അതായത് നിങ്ങൾക്കിപ്പോൾ ഞാൻ 0.75 നിങ്ങൾക്ക് ഡെസിമലാക്കി തരുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനെ p/q ഫോമിൽ ഒരു ഫ്രാക്ഷനായിട്ട് 3/4 എന്ന് എഴുതാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് 3.6 എന്നൊരു ഫ്രാക്ഷൻ ഞാൻ നിങ്ങൾക്ക് തരികയാണെങ്കിൽ നിങ്ങൾക്ക് അത് 18/5 എന്ന p/q ഫോമിൽ എഴുതാം. ഇതാണല്ലോ റാഷണൽ നമ്പർ, p/q ഫോമിൽ എഴുതാൻ പറ്റുന്നത്. അപ്പോൾ p/q ഫോമിൽ എഴുതാൻ പറ്റുന്ന ഡെസിമൽ നമ്പേഴ്സിനെ എനിക്ക് എന്ത് വിളിക്കാം, റാഷണൽ നമ്പേഴ്സ് എന്ന് വിളിക്കാം. ഇനി വേറെ കേസ് പറഞ്ഞുതരാം. നമുക്ക് 9/11 എടുക്കുക. 9/11 അങ്ങനെ നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ കാൽക്കുലേറ്റർ എടുത്തിട്ട് ചുമ്മാ 9/11 നോക്കുക. ഓക്കെ, ചുമ്മാ നോക്കുക 9/11 കാൽക്കുലേറ്റർ എടുത്ത് നിങ്ങൾക്ക് നോക്കാം. പക്ഷേ ഞാൻ പറഞ്ഞു എക്സാമിന് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ഇപ്പോൾ പഠിപ്പിക്കാൻ വേണ്ടി പറയുന്നത്. നിങ്ങളുടെ മൊബൈലോ കാൽക്കുലേറ്റർ എടുത്ത് 9/11 നോക്കുക. അപ്പോൾ അത് കിട്ടുന്നത് 9/11 നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് 0.81818181 സോ അവിടെ എന്താ സംഭവിച്ചേക്കുന്നത്, ടെർമിനേറ്റ് ചെയ്യുന്നുണ്ടോ, ടെർമിനേറ്റ് അവസാനിക്കുന്നുണ്ടോ ഡെസിമലില്ല. ഇതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും 818181. പക്ഷേ അവിടെ വേറൊരു കാര്യമുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞു അവസാനിക്കുന്ന, അതായത് ഡെസിമൽ അവസാനിക്കുന്ന ഒരു നമ്പറിനെ എനിക്ക് p/q ഫോമിൽ എഴുതാൻ പറ്റുമെങ്കിൽ അത് റാഷണൽ നമ്പറാണ്. എന്നാൽ ഇവിടെ ഡെസിമൽ അവസാനിക്കുന്നുണ്ടോ, ഇല്ല, അത് കണ്ടിന്യൂസ് ആയിട്ട് പോവാം. പക്ഷേ എനിക്കിവിടെ p/q ഫോമിൽ എഴുതാം 9/11, അതും റാഷണൽ നമ്പറാണ്. ഹൗ? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സെയിം നമ്പർ റിപ്പീറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ, അതായത് നമുക്ക് പ്രവചിക്കാൻ കഴിയും എന്താണ് അടുത്ത് വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റും എങ്കിൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാം, p/q ഫോമിൽ എഴുതാം. അപ്പോൾ അതെന്താണ്, റാഷണൽ നമ്പറാണ്. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഇതിനെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, 0. ഇങ്ങനെയുള്ള സാധനത്തിൽ നമുക്ക് എന്താ 0.81 ബാർ എന്ന് പറഞ്ഞാൽ 8 1 റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഒരു എക്സാമ്പിൾ കാണിക്കാം.
അടുത്ത ഞാൻ ഒരു 999/1111 പി ബൈ ക്യൂ ഫോമിലാണ്. ഇത് നിങ്ങൾ ചെയ്യുമ്പോൾ കിട്ടുന്നത് 0.8991 എന്ന് റിപ്പീറ്റ് ചെയ്യും. അപ്പം ഇവിടെ നേരത്തെ 2 നമ്പറായിരുന്നു റിപ്പീറ്റ് ചെയ്യുന്നത്, പക്ഷേ ഇവിടെ എത്ര നമ്പറാണ് റിപ്പീറ്റ് ചെയ്യുന്നത്? ഇവിടെ 4 നമ്പറാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ എനിക്കിതിനെ എന്ത് എഴുതാൻ പറ്റും? 0.8991 എന്ന് കൊടുത്തിട്ട് ഒരു ബാർ കൊടുക്കുക. ബാർ കൊടുക്കുന്ന അത്രയും നമ്പർ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. ക്ലിയർ ആണോ? വേറെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഇത് ഞാൻ വായിക്കാം. വേറെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ 21/18 നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ 1.16666 എന്ന് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നത് എന്താണ്? 6. അപ്പോൾ നമുക്കറിയാം അങ്ങോട്ട് ഇനി മുന്നോട്ട് നമുക്ക് പറയാൻ പറ്റും എന്താണ് റിപ്പീറ്റ് ചെയ്യുന്നത് 6. പിന്നെ 1.16 ബാർ അല്ലെങ്കിൽ റൗണ്ട് ചെയ്ത് എഴുതാം 1.167 എഴുതാം. നമുക്കറിയാം 5 കൂടുതലാണ് ഒരു നമ്പരെങ്കിൽ നമ്മളതിനെ റൗണ്ട് ചെയ്തിട്ട് നെക്സ്റ്റ് നമ്പറായിട്ട് എഴുതാറുണ്ട്. അപ്പം 1.16 ബാർ എന്ന് പറഞ്ഞാൽ 1.66 റിപ്പീറ്റ് ചെയ്യും, അല്ലെങ്കിൽ 1.167 എന്ന് എഴുതാം. അപ്പം ഒന്നിൽ എന്താണ് ടെർമിനേറ്റിംഗ് നിൽക്കുന്ന ടെർമിനേറ്റിംഗ്, അല്ലെങ്കിൽ റിപ്പീറ്റിംഗ്. ഈ 2 കേസ് നമുക്ക് പറയാൻ പറ്റും. ഒന്നിൽ നിന്നും അല്ലെങ്കിൽ ഇത് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഈ 2 കേസിൽ നമുക്ക് ഈ നമ്പേഴ്സിനെ പി ബൈ ക്യൂ ഫോമിൽ എഴുതാൻ പറ്റും. അതിനെ നമ്മൾ റാഷണൽ നമ്പർ എന്ന് വിളിക്കുന്നു. എന്നാൽ ചില നമ്പേഴ്സ് ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു റാഷണൽ നമ്പേഴ്സും നമുക്ക് എവിടെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും? നമ്മുടെ നമ്പർ ലൈനിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും അല്ലേ? ഇതിന് നമുക്ക് പറയാൻ പറ്റും. ഇപ്പം 0.8991 എന്ന് പറയുമ്പോൾ ഇത് നമ്പർ ലൈൻ ആണെങ്കിൽ ഇത് 0, ഇത് 1 ആണെങ്കിൽ ഏകദേശം ഇവിടെ വരും. നമുക്ക് ഏകദേശം റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. എന്നാൽ വേറെ കുറച്ച് നമ്പേഴ്സ് ഉണ്ട്. അത് നമ്പർ ലൈൻ ഇതല്ലാത്ത നമ്പേഴ്സ്, റാഷണൽ നമ്പേഴ്സ് അല്ലാത്ത ചില നമ്പേഴ്സ് നമ്പർ ലൈനിലുണ്ട്. അതായത് ഇവ ടെർമിനേറ്റിംഗ് അല്ല. അതേസമയം ടെർമിനേറ്റിംഗ് അല്ലെന്ന് മാത്രമല്ല, ഇവ നോൺ റിപ്പീറ്റിങ്ങുമാണ്. ഇപ്പം ടെർമിനേറ്റിംഗ് അല്ല, നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് നോൺ റിപ്പീറ്റിംഗ്. അതായത് ഞാനൊരു കാര്യം ആ നമ്പറിനെ നമുക്ക് പി ബൈ ക്യൂ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ കുറച്ച് നമ്പേഴ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് പറയുന്ന ഓർത്തെടുക്കാൻ പറ്റുമോ? പി ബൈ ക്യൂ ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നത്തെ കാര്യം. അപ്പോൾ പി ബൈ ക്യൂ ഫോമേ അല്ല. ചില നമ്പേഴ്സ് ഉണ്ട്, അത് 1 പോയിൻ്റ് അല്ല 2 പോയിൻ്റ് അല്ല 3 പോയിൻ്റ് ഇങ്ങനെ പൊയ്ക്കൊണ്ടേ ഇരിക്കും. ഏറ്റവും നല്ല എക്സാമ്പിൾ നമ്മളുടെ പൈ ആണ്. പൈയുടെ ശരിക്കുള്ള വാല്യൂ എന്താണ്? 3.1415926539 ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. കാരണം ഇവിടെ ഏതെങ്കിലും നമ്പർ റിപ്പീറ്റ് ചെയ്യില്ല, ഇത് മുന്നോട്ട് പോകും. പക്ഷേ നിങ്ങൾക്ക് ഇപ്പോൾ എന്നോടൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം, സാർ നമ്മൾ പൈയെ 22/7 എഴുതാറില്ലേ? അപ്പം അതൊരു ഫ്രാക്ഷൻ അല്ലേ? അതൊരു റാഷണൽ നമ്പർ അല്ലേ എന്ന് നിങ്ങൾക്ക് വേണേൽ ചോദിക്കാം. പക്ഷേ ശരിക്കും പൈയുടെ വാല്യൂ നമ്മൾ ഒരു അപ്രോക്സിമേഷന് വേണ്ടി 22/7 എടുക്കുന്നതാണ്. അതായത് പൈയുടെ ശരിക്കുള്ള വാല്യൂ എന്താണ്? ഈ 3.1415 എന്ന് പറഞ്ഞു പോകണം. എന്നാൽ 22/7 നിങ്ങൾ കാൽക്കുലേറ്റർ എടുത്തല്ലേ മൊബൈൽ എടുത്ത് ചെയ്ത് നോക്കിയേ. 22/7 എടുക്കുകയാണെങ്കിൽ 22/7 എടുക്കുകയാണെങ്കിൽ കിട്ടുന്നത് 3.14285 അങ്ങനെയാണ് പോകുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പം ശരിക്കും പൈയുടെ വാല്യൂ എന്താണ്? ഇതാണ്. അപ്പോൾ നമ്മൾ അപ്രോക്സിമേഷന് വേണ്ടി പ്രോബ്ലമൊക്കെ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി ഫ്രാക്ഷൻ യൂസ് ചെയ്യാൻ വേണ്ടി, ഡെസിമൽ യൂസ് ചെയ്യാൻ പാടാണ്, ഫ്രാക്ഷൻ യൂസ് ചെയ്യാൻ കട്ട് ചെയ്തൊക്കെ പോകാം. അതിനുവേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന ഒരു വാല്യൂ ആണ് ഈ 22/7. അപ്പോൾ ശരിക്കും പൈയുടെ വാല്യൂ 22/7 അല്ല, നമ്മൾ അപ്രോക്സിമേഷൻ യൂസ് ചെയ്യാണ്. ശരിക്കും പൈയുടെ വാല്യൂ ഇതാണ്. അപ്പോൾ പൈ എന്ന് പറയുന്നത് എന്താണ് ഇവിടെ സംബന്ധിച്ച്? നോൺ ടെർമിനേറ്റിംഗ്, നിൽക്കുന്നില്ല മുന്നോട്ട്, നോൺ റിപ്പീറ്റിംഗ്, എപ്പോഴും പുതിയ നമ്പേഴ്സാണ് വരുന്നത്. ഈ ടൈപ്പ് നമ്പേഴ്സിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇറാഷണൽ നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ റാഷണൽ അല്ലാത്ത നമ്പർ ലൈനിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ബാക്കി നമ്പേഴ്സിനെ നമ്മൾ ഇറാഷണൽ നമ്പേഴ്സ് എന്ന് വിളിക്കും. വേറൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. പൈയുടെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അടുത്തൊരു എക്സാമ്പിൾ നമ്മളുടെ √2 എടുക്കുക. √2ൻ്റെ വാല്യൂ 1.414213562337 എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അങ്ങ് പോകും. ഇവിടെ എന്താണ് പറയാൻ പറ്റുന്നത്? നോൺ ടെർമിനേറ്റിംഗ് ആൻഡ് നോൺ റിപ്പീറ്റിംഗ്. √3 എടുത്താലും നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ കാണാൻ പറ്റും. അപ്പോൾ നോൺ ടെർമിനേറ്റിംഗ്, അവസാനിക്കാത്ത, നോൺ റിപ്പീറ്റിംഗ്, റിപ്പീറ്റ് ചെയ്യാത്ത നമ്പർ നമ്മൾ ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയും. അപ്പോൾ ഇത് നമുക്ക് പറഞ്ഞു നോക്കാം. ദെയർ മേ ബി നമ്പേഴ്സ് ഓൺ ദ നമ്പർ ലൈൻ ദാറ്റ് ആർ നോട്ട് റാഷണൽ നമ്പേഴ്സ്. അതിനെയാണ് ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. പി ബൈ ക്യൂ ഫോമിൽ എഴുതാൻ പറ്റത്തില്ല. എക്സാമ്പിൾ ഇതുണ്ട്, √2 ഉണ്ട്, √2 ഇ പൈ, നമ്മൾ ഇതിനൊക്കെ നമ്മൾ മാത്സിൽ യൂസ് ചെയ്യാറുള്ള നമ്പേഴ്സ് ഇതൊക്കെ. ഓക്കെ, അപ്പോൾ സോ ദസ്
a decimal expansion which is neither terminating, that is non-terminating, nor is repeating, represents irrational number. ക്ലിയർ ആണല്ലോ? ഇനി അടുത്തത് റിയൽ നമ്പർ. എനി നമ്പർ വിച്ച് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ഓൺ ദ നമ്പർ ലൈൻ ഈസ് എ റിയൽ നമ്പർ. അപ്പം എനി നമ്പർ വിച്ച് ക്യാൻ ബി റെപ്രസെൻറ്റ് ഓഫ്, നമ്മൾ പഠിച്ചു തരുന്നതൊക്കെയാണ് റാഷണൽ നമ്പറും ഇറാഷണൽ നമ്പറും. അപ്പം റിയൽ നമ്പറിൻ്റെ താഴെ റാഷണൽ നമ്പറും ഇറാഷണൽ നമ്പറും വരും, അതിവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആൻഡ് എവറി പോയിൻ്റ് ഓൺ ദ നമ്പർ റെപ്രസെൻറ്റ് എ യുണീക്ക് റിയൽ നമ്പർ. നമ്പർ ലൈനിൽ ഓരോ പോയിൻറ്റ്, ആ നമ്പർ ലൈൻ വരയ്ക്കുക, ഓരോ പോയിൻറ്റും ഓരോ യുണീക്ക് നമ്പറാണ്, ഇതൊക്കെ റിയൽ നമ്പറാണ്. അപ്പം ഒരു ക്ലാസിഫിക്കേഷൻ പറയാമെന്ന് പറയുകയാണെങ്കിൽ ഞാനിവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇത്ര ഓൾറെഡി പഠിച്ചു. എന്താണ് ഹോൾ നമ്പേഴ്സ്, നാച്ചുറൽ നമ്പേഴ്സ് ആദ്യം പറഞ്ഞു. നാച്ചുറൽ നമ്പറോട് സീറോ ആഡ് ചെയ്ത ഹോൾ നമ്പറായി, ഹോൾ നമ്പറോട് നെഗറ്റീവും കൂടെ വന്നാൽ ഇൻറ്റിജറായി, ഇൻറ്റിജർ ആൻഡ് ദെൻ ദെയർ ആർ നോൺ ഇൻറ്റിജേഴ്സ്. ഇതൊക്കെ ഇതിനകത്ത് വരും, റാഷണൽ നമ്പർ വരും. അപ്പോൾ അടുത്ത ക്ലാസിഫിക്കേഷൻ നമ്മളിപ്പോൾ പഠിച്ചു ഇറാഷണൽ നമ്പേഴ്സ്. ഓക്കെ, ഇറാഷണൽ നമ്പേഴ്സ് ഇവ രണ്ടും, റാഷണൽ നമ്പർ എന്നതിൻ്റെ കീഴിൽ വരും റിയൽ നമ്പേഴ്സ്. ഇത് നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ഇനി പിന്നെ വേറൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്, ഇമാജിനറി നമ്പേഴ്സ് എന്ന് പറയും. ഇമാജിനറി നമ്പേഴ്സ് ആണ്. ടോട്ടൽ നമ്പേഴ്സ് നമുക്ക് ബേസിക്കായിട്ട് നമുക്ക് ഇമാജിനറി റിയൽ എന്ന് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഇമാജിനറി ഞാൻ റിയൽ, ഇപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞു റിയൽ നമ്പേഴ്സ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ഓൺ ദ നമ്പർ ലൈൻ. അതാണ് കാര്യം. നമ്പർ ലൈൻ നമുക്ക് കാണിക്കാൻ പറ്റും, റിയലായിട്ട് കാണിക്കാൻ പറ്റും, തൊട്ട് കാണിക്കാൻ പറ്റും എവിടെയാണ്. ഇപ്പം √2 എടുത്താൽ 1.414 ഏകദേശം. ഇത് ഇപ്പോൾ 1012 ആണെങ്കിൽ ഏകദേശം ഇവിടെ ആണ് പറയാൻ പറ്റും. എന്നാൽ ഇമാജിനറി നമ്പേഴ്സ് എന്ന് പറയുമ്പം എന്താണ് ഇവിടെ നമുക്ക് ആ നമ്പർ ലൈനിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റത്തില്ല, ഇമാജിനറിയാണ്. അത് നമ്മൾ ഇവിടെ പഠിക്കാനില്ല. ഐ എന്നൊക്കെ പറയുന്നൊരു സിമ്പിൾ ഇട്ട് റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. ഇവിടെ നമുക്കത് പഠിക്കേണ്ട. അപ്പോൾ നമ്മൾ റിയൽ നമ്പേഴ്സ് പഠിച്ചു. നമ്പർ സിസ്റ്റത്തിൽ നമ്മൾ റിയൽ നമ്പേഴ്സ് പഠിച്ചു. റിയൽ നമ്പേഴ്സിൻ്റെ 2 ക്ലാസിഫിക്കേഷൻ പഠിച്ചു. എന്തൊക്കെയാണ്? റാഷണൽ നമ്പറും ഇറാഷണൽ നമ്പറും. അതിൽ റാഷണൽ നമ്പറിൻ്റെ മെയിനായിട്ടൊരു നോൺ ഇൻറ്റിജേഴ്സ്, ഇൻറ്റിജർ പഠിച്ചു. ഇൻറ്റിജറിൻ്റെ ക്ലാസിഫിക്കേഷൻ നെഗറ്റീവ് ആൻഡ് ഹോൾ നമ്പേഴ്സ് ഇൻക്ലൂഡ് സീറോ ആൻഡ് ഇൻറ്റിജർ. ഇതാണ് നമ്പർ സിസ്റ്റത്തിൻ്റെ ഏറ്റവും ബേസിക്സ്. തിയറി കഴിഞ്ഞു. ഇനിയും ഇന്ന് മേ ബി ഒരു ക്വസ്റ്റ്യൻ വല്ലതും ചോദിക്കാം. ഇത് നിങ്ങൾക്ക് ബേസിക് നമ്പർ സിസ്റ്റത്തെ പറ്റി ഒരു ഐഡിയ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന ടൈപ്പ് ക്വസ്റ്റ്യനാണ്. നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഞാൻ പറഞ്ഞത് നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ട് ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ട് തന്നെ ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്താ പറയുന്നത്? ക്ലാസിഫൈ നാച്ചുറൽ നമ്പേഴ്സ്, ഹോൾ നമ്പേഴ്സ്, ഇൻറ്റിജേഴ്സ് എമംഗ് ദ ഫോളോയിങ്. ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സ് വന്നിട്ടുണ്ട്. ഇതിൽ നാച്ചുറൽ നമ്പേഴ്സ് ഏതാണ്, ഹോൾ നമ്പേഴ്സാണ്, ഇൻറ്റിജറാണ് നിങ്ങൾ എഴുതുക. അപ്പം -15 അല്ലേ, -15 എന്ന് പറയുമ്പം ഇൻറ്റിജറാണ് അല്ലേ. ഞാൻ പറഞ്ഞു നെഗറ്റീവ് നമ്പേഴ്സ് ഈസ് പാർട്ട് ഓഫ് ഇൻറ്റിജേഴ്സ്. അപ്പം -15 ഇത് ഇൻറ്റിജറാണ്. ഇവിടെ നമുക്ക് ഇൻറ്റിജർ എഴുതാം, ഓരോന്ന് ഇവിടെ വരും. -15 ഇൻറ്റിജറാണ്. 22 ഈസ് ആൻ ഇൻറ്റിജർ ആൾസോ അല്ലേ. 22 നാച്ചുറൽ നമ്പറുമാണ്, ഹോൾ നമ്പറുമാണ്, ഇൻറ്റിജറുമാണ്. ഇവിടെയാണ് കാര്യം അല്ലേ. ഇൻറ്റിജറാണ് പക്ഷേ ഇറ്റ്സ് ഓൾസോ എ നാച്ചുറൽ നമ്പർ. അടുത്തത് -6 എന്താണ്? നെഗറ്റീവ് നമ്പേഴ്സ് എല്ലാം ഇൻറ്റിജറാണ്. 7 ഈസ് എ നാച്ചുറൽ നമ്പർ, ഹോൾ നമ്പർ ആൻഡ് ഇൻറ്റിജർ. -13 എന്താണ്? ഇൻറ്റിജറാണ്. ദെൻ 0 നാച്ചുറൽ നമ്പറാണോ? അല്ല, ഇറ്റ്സ് എ ഹോൾ നമ്പർ ആൻഡ് 12 നാച്ചുറൽ നമ്പർ, ഹോൾ നമ്പർ, ഇൻറ്റിജർ. അതായത് നാച്ചുറൽ നമ്പറിൽ എന്ന് വന്നാലും അത് ഹോൾ നമ്പർ വരും, ഹോൾ നമ്പറിൽ എന്ത് വന്നാലും ഇൻറ്റിജർ വരും. എന്നാൽ ഇൻറ്റിജറിൽ ഒരു നമ്പർ വന്നാൽ അത് ഹോൾ നമ്പറോ നാച്ചുറൽ നമ്പർ ആവണോ നിർബന്ധമില്ല. 12 വരെ എഴുതി. -12 എന്താണ്? -12 ഒബ്വിയസ്ലി ഇൻറ്റിജറാണ്. ദെൻ 13 എന്ന് പറയുമ്പം എല്ലായിടത്തും വരും 13. ദെൻ -31 ഒബ്വിയസ്ലി എന്താണ്? ഇൻറ്റിജർ. ദിസ് ഈസ് എ ക്ലാസ്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള എല്ലാ നമ്പരും ഇൻറ്റിജേഴ്സാണ്. എന്നാൽ കുറച്ചൊക്കെ ഉള്ളൂ ഹോൾ നമ്പേഴ്സ്. വളരെ കുറച്ചേ ഉള്ളൂ എന്ത് നാച്ചുറൽ നമ്പർ. ക്ലിയർ ആണല്ലോ? നാച്ചുറൽ നമ്പർ, ഹോൾ നമ്പർ, ഇൻറ്റിജർ എന്ന ഈ ക്ലാസിഫിക്കേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയിരിക്കും. അടുത്തത് എന്താ പറയുന്നത്? സിംപ്ലിഫൈ ദ ഫോളോയിങ് ആൻഡ് ഇൻഡിക്കേറ്റ് വെദർ ഓർ നോട്ട് ദ ഔട്ട്കം ഈസ് ആൻ ഇൻറ്റിജർ. സിംപ്ലിഫൈ ചെയ്യുക, കിട്ടുന്നത് ഇൻറ്റിജർ ആണോ അല്ലയോ എന്ന് പറയാം. വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾ ഓരോ നമ്പർ എടുത്ത് ചെയ്യാം. ഓക്കെ, നമുക്ക് നോക്കാം. ആദ്യത്തെ 12 × 4 എന്താണ്? 48. എന്താ? ഇൻറ്റിജർ ആണല്ലേ. ഇൻറ്റിജർ വരുന്നതാണ്. പോസിറ്റീവ് നമ്പേഴ്സ്, 0 നെഗറ്റീവ് നമ്പേഴ്സും ഒക്കെ ഇൻറ്റിജർ. അടുത്തത്
7/3. 7/3 സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ? കുറയ്ക്കാൻ പറ്റില്ല. ഇറ്റ്സ് എ p/q ഫോം. ഇൻറ്റിജർ അല്ല അല്ലേ, ഒറ്റ നമ്പറായിട്ട് എഴുതാൻ പറ്റും. ഇറ്റ് ഈസ് സംതിങ് 2 പോയിൻറ്റ് സംതിങ് വരും. ഓക്കെ, പക്ഷേ ഇത് p/q ഫോമിലാണ് നമുക്ക് എന്ത് പറയുന്നത്? ഇറ്റ്സ് എ റാഷണൽ നമ്പർ. ഇറ്റ്സ് എ റാഷണൽ നമ്പർ. റാഷണൽ നമ്പർ ഇൻറ്റിജർ ആവണമെന്നുണ്ട്. റാഷണൽ നമ്പറിൻ്റെ നോൺ ഇൻറ്റിജർ ഇപ്പോൾ റാഷണൽ നമ്പർ നോൺ ഇൻറ്റിജർ എന്ന് നമുക്ക് പറയാം ഇവിടെ അല്ലേ. അപ്പോൾ ഇത് അല്ല. അപ്പം ആദ്യത്തെ ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ ഹൈലൈറ്റ് ചെയ്ത് പോവാം ഇൻറ്റിജറായിട്ടുള്ള. അടുത്തത് 18/3. അടുത്തത് 18/3 ആണ്. p/q ഫോം ആണ്, പക്ഷേ എനിക്ക് അതിനെ റെഡ്യൂസ് ചെയ്ത് 18 3 × 6 18 ആണ്. അപ്പം 18/3 റെഡ്യൂസ് ചെയ്ത് എനിക്ക് 6 എഴുതാം, വിച്ച് ഈസ് ആൻ ഇൻറ്റിജർ. അടുത്തത് 36/7. 7 × 5 35 ആണ്. 7ൻ്റെ മൾട്ടിപ്പിൾ വരുന്നില്ല 36. സോ ഇത് p/q ഫോമിൽ തന്നെ കിടക്കും. ഇറ്റ് ഈസ് നോട്ട് ആൻ ഇൻറ്റിജർ. ഇറ്റ്സ് എ റാഷണൽ നമ്പർ. ഇതും ഇൻറ്റിജർ. അടുത്തത് 14 × 2 14 × 28 ആണ്. ഇറ്റ്സ് ആൻ ഇൻറ്റിജർ. ഓക്കെ, അടുത്തത് 18/36. അടുത്ത 18/36 ആണ് അടുത്ത നമ്പർ. 18/36 ഡിവൈഡ് ചെയ്യുമ്പം 1/2. അത് കൂടുതൽ റെഡ്യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. ഇൻറ്റിജർ ആണോ? അല്ല. അടുത്തത് 13 × -3. അടുത്തത് 13 × -3. 13 × -3 നിങ്ങൾ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? -39 കിട്ടും. നെഗറ്റീവ് നമ്പേഴ്സ് ഈസ് ഓൾസോ പാർട്ട് ഓഫ് ഇൻറ്റിജർ. സോ ഈ ഹൈലൈറ്റ് ചെയ്തേക്കുന്നത് ഇപ്പോൾ അണ്ടർലൈൻ ചെയ്ത നമ്പേഴ്സ് 4 എണ്ണമാണ് ഇതിനകത്ത് ഇൻറ്റിജേഴ്സ്. ക്ലിയർ ആണല്ലോ? ബേസിക് മാത്സ് 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന മാത്സാണ്. അടുത്തത് റൈറ്റ് ദ സ്മോളസ്റ്റ് ഹോൾ നമ്പർ. ഏറ്റവും ചെറിയ ഹോൾ നമ്പർ എന്താ? എല്ലാവർക്കും അറിയാമല്ലോ, 0. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കത്തില്ല കേട്ടോ, നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി തന്നിരിക്കുന്നത്. വാട്ട് ഈസ് ദ പ്രെഡിസസർ ഓഫ് ഹോൾ നമ്പർ? 0യുടെ മുന്നിലുള്ള പ്രെഡിസസർ ആണ് ഹോൾ നമ്പർ. 0യുടെ ഹോൾ നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്ന 0 1 2 3 എന്നാണ്. അപ്പോൾ ഇതിന് ഇങ്ങോട്ട് പ്രെഡിസസർ ഒന്നുമില്ല. വേറെ ചിന്തിക്കാം, വാട്ട് ഈസ് ദ പ്രെഡിസസർ ഓഫ് ദ നമ്പർ? ഹോൾ എന്നുള്ള നമ്പർ ഇവിടെ ഇല്ല. ഹോൾ എന്നുള്ള വാക്ക് അവിടെ ഇല്ല. വാക്ക് അവിടെ ഇല്ല. വാട്ട് ഈസ് ദ പ്രെഡിസസർ ഓഫ് നമ്പർ 0 എന്ന് കൊടുത്താൽ -1 എന്ന് പറയാം. -1 0 1 2 എന്നാണ് പോകുന്നത്. പക്ഷേ ഹോൾ നമ്പറിൻ്റെ കാര്യം ചോദിച്ചതുകൊണ്ട് അതിനൊരു പ്രൊഡ്യൂസർ നമുക്കൊരു കൺഫ്യൂഷൻ വരാം. ഹോൾ നമ്പർ 0യുടെ പ്രൊഡ്യൂസർ എന്ന് വെച്ചാൽ ഒന്നുമില്ല, ബിക്കോസ് 0 ഇസ് ആ ഫസ്റ്റ് ഹോൾ നമ്പർ. ഓക്കെ, അപ്പം നമ്മുടെ ഫസ്റ്റ് പാർട്ട് നമ്പർ സിസ്റ്റം 2 പാർട്ടായിട്ടാണ് വീഡിയോ വരാൻ പോകുന്നത്. അതിൻ്റെ ഫസ്റ്റ് പാർട്ട് തീർന്നു. ഓക്കെ, ഇനി അടുത്ത പാർട്ട് നമ്മൾ പഠിക്കും. അപ്പോൾ ഇത്ര കുറച്ച് ബേസിക് ക്വസ്റ്റ്യൻസേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ നമ്പർ സിസ്റ്റം എന്നൊരു ഐഡിയ വെക്കുക. ഓക്കെ, നമുക്ക് അടുത്ത പാർട്ടിൽ കാണാം.